ഹലോ എല്ലാവർക്കും സ്വാഗതം. +1 ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ടാണ്, ലൈവ് ക്ലാസ്സുമായിട്ട് മിസ് ഇന്ന് എത്തിയിരിക്കുന്നത്. ആൻഡ് നിങ്ങൾ സ്ഥിരം എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത് എന്താണ്, മിസ്സേ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ വേണം, നമ്മുടെ റാണാഗഞ്ച് വേണം, സെറങ് ഓഫ് റാണാഗഞ്ച് വേണം, അതേപോലെ തന്നെ ടൈറ്റാനിക്കിൻ്റെ കഥ വേണം എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം മെസ്സേജ് അയക്കാറില്ലേ. അതുകൊണ്ട് ഈ 3 ചാപ്റ്റേഴ്സുമായിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് മിസ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏതാണ്, ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. എല്ലാവരും ഒരു ഹായ് ഒക്കെ പറഞ്ഞേ. എനിക്ക് ആരെയും കാണാൻ വയ്യ, വന്നിട്ട് ഒരു ഹായ് ഹലോ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് വാമപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ സൺഡേ ആയിട്ട് എല്ലാവരും ഉറങ്ങിപ്പോയോ? പോരട്ടെ. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യയാണ്. സോ എന്താണ്, വാട്ട് ബേസിക്കലി ഇസ് ദിസ് ചാപ്റ്റർ? ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്, അതായത് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ബേസിക്കലി ആൻ എസ്സേ. ഓക്കെ, സോ വിച്ച് ഈസ് റിട്ടൺ ബൈ അഞ്ജന മജുംദർ എഴുതിയിട്ടുള്ള എസ്സേ ആണ് നമ്മുടെ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. ആൻഡ് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ആസ് യൂഷ്വൽ നമ്മൾ ടെക്സ്റ്റ് അതേപോലെയല്ല, ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചാലും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആൻസേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രസൻറ്റേഷൻ മിസ്സസ് സെറ്റ് ആക്കിയിരിക്കുന്നത് കേട്ടോ. സോ ഇതിൽ പറയുന്നുണ്ട്, എന്താണ് അഞ്ജന മജുംദർ പറയുന്നത്, ഫ്രം ടൈം ഇമ്മെമ്മോറിയൽ ഹ്യൂമാനിറ്റി ഈസ് ഫേസിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിസാസ്റ്റർ. നമ്മുടെ ഈ ഭൂമി തുടങ്ങിയ നാൾ മുതലേ പലതരത്തിലുള്ള ഡിസാസ്റ്റർ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ? പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ ദുരന്തം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ പുതിയതായിട്ടോ കേൾക്കാൻ തുടങ്ങിയ ഒരു പുതിയ പ്രക്രിയ അല്ല. ഭൂമി ഉണ്ടായ കാലം മുതലേ, മനുഷ്യൻ ഇതിൽ ജീവിക്കാൻ തുടങ്ങിയ കാലം മുതലേ ഇങ്ങനെ ഒരു പ്രക്രിയ സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യനുണ്ടോ ദുരന്തമുണ്ടെന്ന് നമ്മൾ കളിയാക്കി പറയുന്നത് പോലെ ഭൂമി തുടങ്ങിയ നാൾ മുതൽ തന്നെ, മനുഷ്യൻ ഇതിൽ താമസം തുടങ്ങിയ നാൾ മുതൽ തന്നെ ഈ ദുരന്തവും ഉണ്ട്. But the latest World Disaster Report mentions that disaster is a common occurrence in today's world. ഇന്നത്തെ സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു സാധാരണ നടക്കുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടൊരു ജീവിതം നമുക്ക് ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ല. ഇത് നമ്മുടെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഹ്യൂമൻ ലൈഫ് ആയതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരു പ്രക്രിയയിലേക്ക് നമ്മുടെ ജീവിതവും മാറിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ആൻഡ് ടുഡേ people in developed and developing countries are facing disasters such as earthquakes, floods, cyclones, landslides, droughts, accidents, plane crashes, forest fires, etc. ഇന്ന് നമ്മുടെ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഡെവലപ്പിംഗ് സ്റ്റേജിലുമുള്ള രാജ്യങ്ങളൊക്കെ പലതരത്തിലുള്ള ഇങ്ങനത്തെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, നമുക്ക് കേട്ട് പരിചയമുള്ള ഏതൊക്കെയാണ്? എർത്ത് ഭൂകമ്പങ്ങൾ ഉണ്ടാവും, ഫ്ലഡ്സ് ഉണ്ടാവും, വെള്ളപ്പൊക്കം. നമ്മളെ മലയാളികൾക്ക് ഇപ്പം വെള്ളപ്പൊക്കം ഒരു വിഷയമല്ലാതായിരിക്കുകയാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഫലങ്ങൾ എന്താണ്, അനന്തര ഫലങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത്, ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. സോ ഫ്ലഡ് എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഓക്കെ, സോ ഭൂകമ്പങ്ങളുണ്ട്, ഫ്ലഡ്സ് ഉണ്ട്, സൈക്ലോൺസ് ചുഴലിക്കാറ്റുകളുണ്ട്, ലാൻഡ് സ്ലൈഡ്സ് മണ്ണിടിച്ചിലുകൾ, ഡ്രോട്ട്സ് വരൾച്ച, ആക്സിഡൻറ്റ്സ്, പ്ലെയിൻ ക്രാഷസ്, ഫോറസ്റ്റ് ഫയേഴ്സ് കാട്ടുതീ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ആഗോളതലത്തിൽ എല്ലാ സ്ഥലത്തും, ഡെവലപ്ഡ് ആയിക്കോട്ടെ ഡെവലപ്പിംഗ് കൺട്രീസ് ആയിക്കൊള്ളട്ടെ, ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. For instance, recently a flood hit in the UK and France. യുകെയിലും ഫ്രാൻസിലും വരെ ഈ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട് കേട്ടോ. ഹീറ്റ് വേവ്സ് ഇൻ യൂറോപ്പ്, ഉഷ്ണതരംഗം എന്ന് പറയും. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ ബോഡിക്കൊക്കെ സഹിക്കാൻ പറ്റുന്ന ഒരു തരം സെൽഷ്യസ് ഉണ്ടല്ലേ, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഹീറ്റ് കൂടും തോറും അതിനെ ഹീറ്റ് വേവ്സ് എന്ന് പറയും, ഉഷ്ണതരംഗം എന്ന് പറയും. അത് നമുക്ക് പൊള്ളലേൽപ്പിക്കും. ആൻഡ് tornadoes, hurricanes and cyclones in America which took many people's life. കാവ്യ വന്നല്ലോ. ഹലോ മിസ്. ഹലോ കാവ്യ, നീ ഒറ്റയ്ക്കാണോ വന്നത്? ബാക്കി ഫ്രണ്ട്സിനെയും കൂട്ടി വിളിച്ചോണ്ട് വാ. സൺഡേ ആണെന്ന് കരുതി ആരും റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ ഹാഫ് ഇയർലി ക്രിസ്മസ് എക്സാം അടുത്ത് കഴിഞ്ഞു. നമുക്ക് സമയമില്ല, നമുക്ക് പഠിച്ച് മാർക്ക് വാങ്ങണം. സൺഡേ എന്നില്ല, സാറ്റർഡേ എന്നില്ല, സെക്കൻഡ് സാറ്റർഡേ എന്നില്ല, നമ്മൾ ഒരുപോലെ പഠിക്കും. ആണോ? സെറ്റാണോ? കാവ്യയ്ക്ക് ഒന്നും കൂടി ഒരു ഹലോ. നല്ല പോലെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, സോ സൈക്ലോൺസ് ഇൻ അമേരിക്ക വിച്ച് ടുക്ക് മെനി പീപ്പിൾസ് ലൈഫ്സ് ആൻഡ് പ്രോപ്പർട്ടി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം മനുഷ്യൻ്റെ ജീവനും അതേപോലെ സമ്പത്തിനും ഒരുപോലെ പ്രോപ്പർട്ടിക്കും ലൈഫിനും തന്നെ അത് അപകടം വരുത്തുന്നതാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം. നത്തിങ് ക്യാൻ സ്റ്റോപ്പ് ഡിസാസ്റ്റർ ഈവൻ ദ ടെക്നോളജി. ഇന്ന് ഈ 21st സെഞ്ച്വറിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു തരം ടെക്നോളജിക്ക് പോലും ഇതിനെ പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല. പോസിബിൾ ആണോ? ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ മുന്നിൽ നമ്മൾ കുറച്ച് ടെക്നോളജി കൊണ്ടുപോയി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതും കൂടെ പോവുകയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ
വാർണിംഗ് കൊടുക്കാം. കുറച്ച് ടെക്നോളജി യൂസ് ചെയ്താൽ ചിലപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, കരുതിയിരിക്കുക, അല്ലെങ്കിൽ ഒരു വാർണിംഗ് സിമ്പിൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്നല്ലാതെ ഇതിനെ പിടിച്ചു നിർത്താൻ, ഇതില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഒരു 70-80% അതിന് റെസ്പോൺസിബിൾ ആരാണ്? നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ് അതിന് റെസ്പോൺസിബിൾ, അല്ലേ? ഓക്കെ, അടുത്തതിലേക്ക് പോകുമ്പം ഇന്ത്യ. ഇനി നമ്മൾ UK, ഫ്രാൻസ്, എല്ലാ അമേരിക്കയിലും ഒക്കെയുള്ള ഹെറിക്കെയിൻസും സൈക്ലോണും ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ വരുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലേക്കാണ്. ഇന്ത്യ ഡ്യൂ ടു ഇസ് ഹലോ. Okay, so due to its geographical location and geological formation is highly prone to disasters. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു ഭൂമിശാസ്ത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇന്ത്യയിലാണ്. കാരണം നമുക്കറിയാം, മൗണ്ടെയ്ൻസും കോസ്റ്റൽ റീജിയൻസും റിവേഴ്സും എല്ലാം കൂടെ നമ്മുടെ പ്രകൃതി ഭംഗി പറയുകയാണെങ്കിൽ അത് ഗംഭീരമാണ്. പക്ഷേ ആ സ്ഥലത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുമ്പം അതിൻ്റേതായ ഒരു പോപ്പുലേഷനേ പാടുള്ളൂ. അതിനപ്പുറം കടക്കുമ്പോഴത്തേക്ക് ഇത് prone to such disasters ഏരിയ ആയി മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ഹൈലി prone to disasters and its long coastlines. നമ്മുടെ ഈ തീരപ്രദേശങ്ങൾ വളരെ, അത് അറബിക്കടലിൽ ഇങ്ങനെ നിൽക്കുന്നല്ലേ നമുക്കുണ്ടല്ലോ. ആൻഡ് ഹൈ മൗണ്ടൻ റേഞ്ചസ്, ഹിമാലയ പോലുള്ള മൗണ്ടൻ റേഞ്ചസ് നമുക്കുണ്ട്. ആൻഡ് റിവേഴ്സ് ഇൻ ദ നോർത്ത്, നമ്മുടെ ഗംഗ, ബ്രഹ്മപുത്ര ഇതുപോലുള്ള റിവേഴ്സ് ഒക്കെ നമുക്കറിയാം. എന്താണ് റിവറിന് റിവർ, കടലിന് കടൽ, മൗണ്ടൻസിന് മൗണ്ടൻസ്. പറയുമ്പോൾ നല്ല റിച്ച് ആണ് ഇന്ത്യ, സൂപ്പർ സെറ്റ്. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമായി. ആൻഡ് വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ് ഡിസാസ്റ്റേഴ്സ്? ഇന്ത്യയിൽ ഇപ്പം ഇത്രയും ഒരു ഡിസാസ്റ്റർ പ്രോൺ റീജിയനായി മാറുന്നതിൻ്റെ റീസൺ എന്താണ്? പോപ്പുലേഷൻ. ഇവിടെ കൃത്യമായിട്ട് റെഡ് ലൈനിൽ അണ്ടർലൈൻ ചെയ്ത് തരുന്നുണ്ട്. പോപ്പുലേഷനാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. സോ ദർ ഇസ് ട്രെമൻഡസ് പ്രഷർ ഓൺ ദ നാച്ചുറൽ റിസോഴ്സസ് വിച്ച് ലീഡ്സ് ടു ദി ഒക്കറൻസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫ്ലഡ്സ്, ഡ്രോട്ട്സ്, ലാൻഡ് സ്ലൈഡ്സ്, എർത്ത് ക്വേക്സ് എക്സെട്ര. ഇതുപോലെയുള്ള കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള റീജിയനിൽ താമസിക്കാൻ ആൾക്കാരുടെ താമസിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ബിൽഡിങ്സ് കെട്ടിപ്പൊക്കുക, അല്ലെങ്കിൽ സ്കൈ സ്ക്രേപ്പേഴ്സ് പോലുള്ള ബിൽഡിങ്സ് ഉണ്ടാക്കുക, അതൊക്കെ അവിടെയുള്ള എക്കോസിസ്റ്റത്തെ ബാധിക്കും. ഒരു സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ ഒരു സാധനം വന്ന് അമങ്ങി നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം വെയിറ്റ് ആണെങ്കിൽ നമ്മൾ തന്നെ താഴോട്ടിടും, അല്ലേ, ഒന്ന് ശ്വസിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെയാണ് നമ്മുടെ ഈ ഒരു നേച്ചറും കാണിക്കുന്നത്. താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം താങ്ങി ഒരു സമയം അത് തിരിച്ചടിക്കും. അതിന് റെഡി ആയിട്ടിരിക്കുക. പോപ്പുലേഷൻ കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും ഇതേപോലെ സഹിക്കാൻ റെഡി ആയിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. ആൻഡ് ദ നോർത്തേൺ റീജിയൻ ഓഫ് ഇന്ത്യ ഫേസസ് പ്രോബ്ലംസ് ഡ്യൂ ടു ലാൻഡ് സ്ലൈഡ്സ്. നമ്മുടെ നോർത്തേൺ റീജിയനിലുള്ള പ്രശ്നം എന്താണ്? കൂടുതലും മണ്ണിടിച്ചിൽ പോലുള്ള ലാൻഡ് സ്ലൈഡ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരിക. ഫ്ലഡ്സ് ഉണ്ടാവും, വെള്ളപ്പൊക്കം ഉണ്ടാവും. നമ്മുടെ കേദാർനാഥിലുള്ള ന്യൂസൊക്കെ കണ്ടതല്ലേ. ആൻഡ് ഡ്രൗട്ട്സ്. രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അവിടെ സ്കോർച്ചിങ് ഹീറ്റാണ്, ചുട്ടുപഴുക്കുന്ന. നമ്മുടെ ഇവിടുത്തെ പോലത്തെ ഒന്ന് ഉഷ്ണം എന്ന് പറയുന്ന ഒരു ചൂടല്ല, സ്കോച്ചിങ് ഹീറ്റ്. നമുക്ക് ചുട്ടുപഴുക്കുന്ന പോലത്തെ അത്രയും ഹീറ്റാണ്. അതിനാണ് നമ്മൾ ഈ ഹീറ്റ് വേവ്സ് എന്ന് പറയുന്നത്. സോ ഡ്രൗട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വരൾച്ച, അതാണ് അവിടെ സംഭവിക്കുന്നത്. എഗൻ എർത്ത് ക്വേക്സ്. ഈയിടെയായിട്ട് സ്ഥിരം നമ്മൾ ന്യൂസിൽ കാണുന്നതാണ് ഡൽഹിയിൽ ഇത്ര തീവ്രത രേഖപ്പെടുത്തി എന്നൊക്കെ ഉള്ളത്, അല്ലേ. സോ Eastern regions get heavy floods in the Brahmaputra and Ganga. Means disasters and disaster management in India important chapter ആണോ? അതെ, അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അത് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അത് മിസ് എല്ലാം പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, നമുക്കറിയാവുന്ന, പ്രത്യേകിച്ച് ഫ്ലഡിനെയൊക്കെ അതിജീവിച്ച് വന്ന നമുക്കൊരു കോമൺ വ്യൂ പോയിന്റ് ഉണ്ട്. അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് സംഭവം, അതിൻ്റെ ഇഫക്ട്സ് വരുമ്പോൾ എന്താണ്, അത് മനുഷ്യരെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ലൈവായിട്ട് കണ്ട് പഠിച്ചതാണ്, അല്ലേ. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ആ ഒരു ലെവലിൽ അതിനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ അത് ഈസിയായി മാറും. നമുക്ക് പഠിക്കാമേ. ഓക്കെ, സോ ബ്രഹ്മപുത്ര, ഗംഗ പോലുള്ള ദ ഈസ്റ്റേൺ റീജിയൻസിൽ ഹെവി ഫ്ലഡ്സിൽ, ഈ ബ്രഹ്മപുത്ര, ഗംഗ പോലുള്ള റിവേഴ്സിൽ കൂടെ ഫ്ലഡ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഡ്രൗട്ട്, ഹീറ്റ് വേവ്സ്, ഹെയിൽ സ്റ്റോംസ്, സൈക്ലോൺസ്, ഹെവി വിൻഡ്സ് ആൻഡ് എർത്ത് ക്വേക്സ് ആർ ഓൾസോ കോമൺ ഇൻ ദിസ് റീജിയൻ. ഈ റീജിയനിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. എർത്ത് ക്വേക്സ് വരാം, ഹെവി വിൻഡ്സ്, ഭയങ്കര ശക്തിയുള്ള കാറ്റുകൾ വരാം, സൈക്ലോൺസ്, ചുഴലിക്കാറ്റുകൾ വരാം, അങ്ങനെ ഹീറ്റ് വേവ്സ്, ഉഷ്ണതരംഗങ്ങൾ, അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ ഈ റീജിയൻസിൽ പ്രോൺ ടു ദാറ്റ് ഇതാണ്. ദ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഗെറ്റ്സ് floods, landslides and earthquakes. When compared to South India, നോർത്ത് റീജിയനിലാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം നോർത്തിൻ്റെ കാര്യം ഏകദേശം നമുക്ക് കിട്ടി. എന്തൊക്കെയാണ്? ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. എർത്ത് ക്വേക്ക് ഉണ്ട്, ലാൻഡ് സ്ലൈഡ് ഉണ്ട്, സൈക്ലോൺ ഉണ്ട്, അങ്ങനത്തെ പല ഫ്ലഡ് ഉണ്ട്. ഇതൊക്കെ നോർത്ത് റീജിയനിലാണെങ്കിൽ വെസ്റ്റേൺ റീജിയനിലേക്ക് വരുമ്പം ഇസ് വൈഡ്ലി നോൺ ഫോർ സിവിയർ ഡ്രോട്ട്സ്. അതികഠിനമായിട്ടുള്ള എന്താണ്, വരൾച്ച, അതാണ് വെസ്റ്റേൺ റീജിയനിൽ വരുന്നത്.
വിൻഡ് ഇറോഷൻ ഓഫ് ലാൻഡ് ആൻഡ് സോയിൽ ഫ്ലഡ്സ് ആൻഡ് സൈക്ലോൺസ്, അതും പതിയെ അതിൻ്റെ ബാക്കി പത്രമായിട്ട് വരുന്നുണ്ട്. ദിസ് ഏരിയ ഇസ് ഓൾസോ പ്രോൺ ടു എർത്ത് ക്വേക്സ്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഭൂകമ്പത്തിനും ഈ ഒരു ഏരിയയിൽ വളരെയധികം ചാൻസ് ഉണ്ട്. ദ സദേൺ റീജിയൻ, പെർട്ടിക്കുലർലി ദ കോസ്റ്റൽ റീജിയൻ, അതായത് നമ്മുടെ ഇവിടേക്ക് വരുമ്പം എന്താണ്, ഇസ് വൾണറബിൾ ടു സൈക്ലോൺ, സീ ഇറോഷൻ, സുനാമി ആൻഡ് ലാൻഡ് സ്ലൈഡ്. സുനാമി പോലുള്ള പ്രശ്നങ്ങൾ കടൽ തീരങ്ങളിലേക്ക്, കോസ്റ്റൽ റീജിയനിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും സുനാമിയാണ് അവിടെ ഒരു മെയിൻ വില്ലനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് പ്രശ്നം. വൺ ഓഫ് ദ മെയിൻ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സുനാമിയാണ്. ദ ഐലൻഡ്സ് ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആൻഡ് ലക്ഷദ്വീപ് ഹാവ് ദ പ്രോബ്ലംസ് ഓഫ് സീ ഇറോഷൻ ആൻഡ് സുനാമി. സുനാമിയും സീ ഇറോഷൻ്റെയും ഏറ്റവും കൂടുതൽ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അതേപോലെ ലക്ഷദ്വീപ് ഒക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേസസ് ആണ്. ദ ഇന്ത്യൻ കോസ്റ്റൽ ഏരിയാസ് ഹാവ് ഫേസ് സം ഓഫ് ദ സെവറസ് സൈക്ലോൺസ്. നമ്മുടെ ഇന്ത്യൻ റീജിയൻ ഇതുപോലുള്ള ചുഴലിക്കാറ്റ് വളരെയധികം അനുഭവിച്ചിട്ടുണ്ട്. ദ സുനാമി ഈസ് എ ന്യൂ ഫിനോമിനൻ ഇൻ ഇന്ത്യ. 2004 ആദ്യമായിട്ട് സുനാമി നമ്മൾ എന്താണെന്ന് അറിയുന്നത്, അല്ലേ? കേട്ടിട്ടുണ്ടെന്നല്ലാതെ അത് എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ സംഭവം എന്താണെന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലായത് 2004. അന്ന് അങ്ങനെ ഒരു സാധനം വന്നപ്പോൾ ഇതെന്താ സംഭവം, ഭൂമി അവസാനിക്കാൻ പോവുകയാണോ എന്നൊരു തോട്ട് വരെ നമുക്ക് മനസ്സിലായി. എന്താ സംഭവം എന്നറിയില്ല. അതിനു മുന്നേ നമുക്കൊരു വാർണിംഗും കിട്ടിയിട്ടില്ല. ഇങ്ങനെ കടൽ ആഞ്ഞടിക്കും എന്നൊരു സാധനം നമ്മുടെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ആദ്യമായിട്ട് 2004 സുനാമി നമ്മുടെ ഇന്ത്യൻ റീജിയനിൽ ഉണ്ടായപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഞെട്ടൽ എന്ന് പറയുന്നത് അതിഭീകരമായിരുന്നു. ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ആൻ അഡിക്വേറ്റ് വാർണിംഗ് സിസ്റ്റം. ആ സമയം നമുക്ക് ടെക്നോളജിക്കലി ഇത്രയും മാത്രം വാർണിംഗ് സിസ്റ്റം കൊടുക്കാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു. അഡിക്വേറ്റ് വാർണിംഗ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ അത് വരുന്നതോ ഇത് വന്നാൽ എത്രത്തോളം ബാധിക്കുന്നോ അതിൻ്റെ ഒരു തീവ്രതയോ വി ഹാഡ് നോ ഐഡിയ അബൌട്ട് ഇറ്റ്. അതുകൊണ്ടാണ് നമ്മൾ അത്രമാത്രം ഷോക്ക്ഡ് ആവാനുള്ള റീസണും. ആൻഡ് 2004 devastated a large portion of the coastal regions. It killed many people and destroyed a lot of property. എത്ര പേരുടെ ജീവനാണ് ആ ഒരു സുനാമിയിൽ നഷ്ടമായത്, അല്ലേ? നമ്മൾ കേരളത്തിലുള്ളവർ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ വന്ന തീവ്രത എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഒരുപാട് പേരുടെ ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ട വല്ലാത്തൊരു ഡിസാസ്റ്റർ ആയിരുന്നു സുനാമി എന്ന് പറയുന്നത്. ആൻഡ് വി ഓൾ നോ ദാറ്റ്. ഓക്കെ, സോ പ്രകൃതി ദുരന്തങ്ങൾ പോട്ടെ, നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് നമ്മൾ ഇന്ന് ഇത് സംഭവിക്കുന്ന പ്രതീക്ഷയോടെ അല്ല നമ്മൾ പലതും ചെയ്യുന്നത്. സോ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് വരുന്ന ഇങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങളോടൊപ്പം നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സും ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഇന്ത്യ ഹാസ് ഓൾസോ ഫേസ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ദ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഇൻ ദ ഇയർ 1984. 1984 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്താണെന്നറിയോ? കാർബൈഡ് കോർപ്പറേഷൻ, യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കെമിക്കൽസ് ഫോം ചെയ്യുന്ന ഒരു കമ്പനി, അവരുടെ അതിൽ നിന്ന് അവരറിയാതെ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു തെറ്റ് കാരണം ഗ്യാസ് ലീക്ക് ആകുകയും അത് ബാക്കിയുള്ളവരെ അത് ശ്വസിച്ച് ഒരുപാട് പേര് മരണപ്പെടുകയും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇപ്പോഴും ലൈഫ് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ കാസർഗോഡ് അവിടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എൻഡോസൾഫാൻ്റെ കാര്യം പറയാം. ഇതൊക്കെ ഭൂമി നമുക്ക് വേണ്ടിയിട്ട് തരുന്നതാണോ? ഇതൊക്കെ മാൻ മെയ്ഡ് ആണ്. സോ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്നതിനേക്കാൾ അപ്പുറം മാൻ മെയ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിന് നമ്മൾ 100% റെസ്പോൺസിബിൾ ആണ്. ആൻഡ് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇതിനൊക്കെ നമുക്കൊരു എത്ര വാർണിംഗ് സിസ്റ്റം കൊടുത്താലും നന്നാവില്ല എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ? സോ ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി 1984 സംഭവിക്കുന്നത്. വെൻ കമ്പയർഡ് ടു അതർ ടൈപ്സ് ഓഫ് ട്രാജഡി, ഇതെന്ന് പറയുന്നത് ഇസ് എ മാൻ മെയ്ഡ് വൺ. ആൻഡ് ഡ്യൂറിംഗ് ദിസ് സെഞ്ചുറി ഇന്ത്യ ഹാസ് വിറ്റ്നസ്ഡ് സം മേജർ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് the Gujarat earthquake 2001, in the year 2001, the Mumbai Gujarat floods 2005, the tsunami and the Uttarakhand flash floods and the hurricane Phelan in coastal Orissa and Andhra Pradesh in 2013. അതൊക്കെ പോട്ടെ, 2001 തൊട്ട് അല്ലെങ്കിൽ 1984 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് നമ്മുടെ 2018 വന്ന ഫ്ലഡ് വരെയുള്ള 2018 വന്നു. അത് നമുക്ക് അന്ന് ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് 2019 റിപ്പീറ്റ് ചെയ്തു. ഇന്നല്ലെങ്കിൽ നാളെ നിർത്താതെ മഴ പെയ്യുവാണെങ്കിൽ ഇനിയും നമുക്ക് ഫ്ലഡ് ഉണ്ടാകും. കാരണം കേരളത്തിന് ഇനി ഫ്ലഡിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവില്ല, അല്ലേ? നമ്മളിനി അത് അക്സെപ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതനുസരിച്ച് പോവുക. ഇനിയിപ്പോൾ ഇന്ന് രാത്രിയിൽ നിർത്താതെ മഴ പെയ്താൽ കൊച്ചിയിൽ നാളെ വെള്ളം കയറും, അല്ലേ? അവിടെ ഒരു ഫ്ലഡായി മാറും. സോ അതിനെ അക്സെപ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മുടെ മലയാളികൾ വരെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, സോ
ഇതുപോലെയുള്ള ഡിസാസ്റ്റേഴ്സിന്, ദുരന്തങ്ങൾക്ക് അതിൻ്റേതായ ആഫ്റ്റർ എഫക്ട്സും ഉണ്ട്. നമ്മൾ ഈ ന്യൂസ് പേപ്പറിൽ കാണുന്ന ആ കുറച്ച് ന്യൂസ് മാത്രമല്ല, ഇത് എത്രയോ നാളുകൾ വരെ വേണമെങ്കിലും നമ്മളെ ഹോണ്ട് ചെയ്യാനായിട്ട് പറ്റും. ദ ഡയറക്റ്റ് ഇമ്പാക്ട്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആർ ഡാമേജ്, ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത്. എന്താണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം കാണുമ്പം, ഒരു ഫസ്റ്റ് സൈറ്റിൽ നമുക്ക് കാണുമ്പം തകർച്ച ഉണ്ട്, ഡാമേജുകൾ ഉണ്ടാവും, ഡിസ്ട്രക്ഷൻ ഉണ്ടാവും, അതേപോലെ ഡെത്ത് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഹോണ്ട് ചെയ്യുന്ന പല രീതിയിലുള്ള എഫക്ട്സും ഉണ്ട്. അതെന്തൊക്കെയാണ്? ദ ഇൻഡയറക്റ്റ് ഇമ്പാക്ട്സ് ലൈക്ക് ലോസ് ഓഫ് ഇൻകം, സൈക്കോളജിക്കൽ ട്രോമ ആൻഡ് ദ പുവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആർ ഓൾസോ കൺസിഡറബിൾ. ഇങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്ന ആ ഒരു ഡിസാസ്റ്റേഴ്സ് മാത്രമല്ല, ഇത് ഒരു മനുഷ്യനുണ്ടാക്കുന്ന സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ട്രോമ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിൽ നിന്നൊന്ന് പുറത്ത് കടക്കണമെങ്കിൽ നമുക്ക് വളരെയധികം ഫ്രീക്വൻറ്റ് കൈൻഡ്സ് ഓഫ് തെറാപ്പീസ് നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരും. അതേപോലെ ലോസ് ഓഫ് ഇൻകം. ഇപ്പോൾ ഒരു പ്രകൃതി ദുരന്തം വന്നോട്ടെ, പകുതി പേരും ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതിനെ അപ്പോൾ അവരുടെ ലൈഫിനെ ബാധിക്കും, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ. ഇന്ന് അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ചത്തേക്ക്, ഇപ്പോൾ കോവിഡ് വന്നപ്പം ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് എങ്ങനെയാണ്? നമുക്ക് ഇൻകത്തിൻ്റെ കുറവ് വന്നു. ചിലവർ പെയ്ഡ് ആയിരുന്നെങ്കിലും ഡെയിലി വേജസ് പോലുള്ളതിന് പോകുന്നവരെ എത്രത്തോളം അത് ബാധിച്ചു, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എങ്ങനെ ബാധിച്ചു, ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ബാക്കി മെമ്പേഴ്സിനെ അതെങ്ങനെ ബാധിച്ചു എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അല്ലേ. സോ ദ പുവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആർ ഓൾസോ കൺസിഡറബിൾ. ഈ തരത്തിലുള്ളതും ഈ ഡിസാസ്റ്റേഴ്സിൻ്റെ ബാക്കി പത്രം അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് പോലെ വരുന്നതാണ്. In some disasters, it's the building structure which becomes the cause of destruction and death. ഇതുപോലുള്ള ചില മാൻമെയ്ഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഡിസ്ട്രക്ഷന് ഏറ്റവും മെയിൻ റീസൺ എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്ന സ്കൈ സ്ക്രേപ്പേഴ്സ് പോലുള്ള ബിൽഡിങ്സ് ആണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള എക്കോളജിക്കലി വളരെയധികം ഇങ്ങനെ ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ അവിടെ ഈ അമ്പലചുംബികൾ എന്ന് പറയുന്ന അങ്ങ് ആകാശമുട്ടിയുള്ള ബിൽഡിങ്സ് ഉണ്ടാക്കി വെച്ചാൽ അതവിടെ താങ്ങില്ല, അതവിടെ പൊട്ടിപ്പൊളിഞ്ഞു പോകും. അത് പക്ഷെ ബാധിക്കുന്നത് മനുഷ്യരെയും അവരുടെ ജീവനെയുമാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ലോസ് ആർ ഫോളോഡ് സ്ട്രിക്ട്ലി. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ സിസ്റ്റം അത് നന്നായിരിക്കണം. ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാനും കൂടെ പഠിക്കണം. ഗുഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ്. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കോംപ്രമൈസ് പാടില്ല. ക്വാളിറ്റി ഷുഡ് ബി ദ തിങ് ദാറ്റ് വി ഫോളോ. അതിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവണം. അതിന് കോംപ്രമൈസ് ചെയ്ത് അതിൽ കുറച്ച് ലാഭം പിടിച്ചിട്ടല്ല മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കേണ്ടത്. കൺസ്ട്രക്ഷൻ ഷുഡ് ഓൾസോ അഡ്ഹിയർ ടു മാസ്റ്റർ പ്ലാൻ ആൻഡ് എ റെഗുലർ മെക്കാനിസം ടു അസസ് ദ സ്റ്റെബിലിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ് ഇൻ ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ഇസ് ഓൾസോ നെസസറി. അപ്പം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് കൊണ്ടുവരിക, അത് കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അത് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിലും ഉറപ്പ് വരുത്തുക. ആൻഡ് ഇപ്പം നിലകൊള്ളുന്ന ബിൽഡിങ്സിന്റെ ആ ഒരു കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കേണ്ട തരത്തിലുള്ള സിസ്റ്റം കൂടെ നമുക്ക് വരണം. അത് ഉറപ്പ് വരുത്തണം, അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കണം. അത് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളത് കാര്യങ്ങളും കൂടെ ചെയ്യണം. ആൻഡ് ദർ ഷുഡ് ബി സ്ട്രിക്റ്റ് ലോസ് ആൻഡ് വി ഷുഡ് ഫോളോ ഇറ്റ് സ്ട്രിക്ട്ലി. അല്ലെങ്കിൽ ലോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യം എന്താ? During the times of disasters, a coordinated action from different departments and authorities should be ensured. പല തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് അതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് യോജിക്കണം. ഇപ്പം ഡിസാസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വരണം. അതല്ല അതിന് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് നടത്തുന്നതാണെങ്കിൽ അതുപോലുള്ള പലതരം ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സംയുക്തമായിട്ടുള്ള ഓൾ ടുഗെദർ ദി വർക്ക് അല്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാകണം. ആൻഡ് while the central government should provide all support instead of following regular procedures, നമ്മൾ ഈ വർഷത്തിലൊന്ന് അല്ലെങ്കിൽ കുറച്ച് സമയം ഇത്ര നാളിനുള്ളിൽ ഇത്ര ചെയ്യണം എന്നുള്ള ഒരു ഇത് വെറുതെ മാർക്ക് ചെയ്ത് പോവുക മാത്രമല്ല ചെയ്യുന്നത്, അത് ഉറപ്പ് വരുത്തണം. ക്വാളിറ്റി എൻഷുർ ചെയ്യണം, അതിപ്പോഴും ബെസ്റ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ അത് ഉറപ്പ് വരുത്തണം. ആൻഡ് ഫോർ ദാറ്റ് ലോ ഷുഡ് ബി സ്ട്രിക്റ്റ് അല്ലേ. വി കനോട്ട് അവോയ്ഡ് ഡിസാസ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഡിസാസ്റ്റേഴ്സ് ഇല്ലാതാക്കാൻ പറ്റില്ല ഒരിക്കലും. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നമ്മൾ ഇനി സേഫാണ്, ഇനി നമ്മളെ ഒന്നിനും തടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. പക്ഷേ ബട്ട് വിത്ത് പ്രോപ്പർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മെഷേഴ്സ് വി ക്യാൻ റെഡ്യൂസ് ഇറ്റ്സ് ഇമ്പാക്ട്. വളരെയധികം മാനേജ്മെൻറ്റ് ആ ഒരു ദുരന്ത നിവാരണ കമ്മിറ്റി സ്ട്രോങ് ആക്കുന്നതോടുകൂടി നമുക്ക് ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രോപ്പർട്ടിയുടെ കാര്യത്തിലാണെങ്കിലും മനുഷ്യൻ അത് ഉണ്ടാക്കി തരുന്ന ഇമ്പാക്റ്റ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. സോ വി കനോട്ട് അവോയ്ഡ് ദിസ് ഡിസാസ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി ഫ്രം ദിസ് ലൈഫ്, ഫ്രം ആ ലൈഫ്. നമുക്ക് അതിൽ നിന്നൊരു മോചനമില്ല. സോ റെഡി ആയിട്ടിരിക്കുക, വാർണിംഗ് സിസ്റ്റം ഇനേബിൾ ചെയ്യുക, ഗവൺമെൻറ് അതനുസരിച്ചുള്ള ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. സെൻട്രൽ ഗവൺമെൻറ്റിനും എല്ലാത്തിനും ഒരേപോലെയുള്ള ഉത്തരവാദിത്തമാണ്. ആൻഡ് ഗവൺമെൻറ്റിൻ്റെ തലയിൽ മാത്രമല്ല
നമ്മൾ മനുഷ്യർക്കും അതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. ഒരു സിറ്റിസൺ ആണെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ ഡിസൈഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു ഗുഡ് സിറ്റിസൺ ആയിട്ട് ജീവിക്കുക. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ അപ്പോൾ കണ്ടൻസ് മനസ്സിലായല്ലോ. നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ള, ഡിസാസ്റ്റേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലായി. അത് നാച്ചുറൽ ആയിട്ടുള്ളതുണ്ട്, മാൻമെയ്ഡ് ആയിട്ടുള്ളതുണ്ടെന്ന് മനസ്സിലായി. ആൻഡ് നോർത്ത് വെസ്റ്റ് സൗത്ത് റീജിയൻ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് മെയിൻലി എന്തൊക്കെയാണ്? ഫ്ലഡ് ഉണ്ട്, സൈക്ലോൺ ഉണ്ട്, എർത്ത് ക്വേക്സ് ഉണ്ട്, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. സോ ഇതിന് വേണ്ടിയിട്ട് സുനാമിയുടെ കാര്യം പോലെ വരികയാണെങ്കിൽ ലാക്ക് ഓഫ് ടെക്നോളജി ആയിരുന്നു മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ടെക്നോളജിയെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിയിട്ട് വാർണിംഗ് സിസ്റ്റം അത് എനേബിൾ ചെയ്തിട്ട് ആൾക്കാരിലേക്ക് ഇതിനെക്കുറിച്ച് വ്യക്തത നൽകുക, അങ്ങനെ അവരെ അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും. ആൻഡ് അതേപോലെ തന്നെ ഗവൺമെൻറ് ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ആൻഡ് ബീങ് എ സിറ്റിസൺ വാട്ട് ആർ ദി തിങ്സ് വി ഷുഡ് ഓൾസോ ഫോളോ എന്നുള്ള കാര്യങ്ങൾ വളരെയധികം മനസ്സിലാക്കുക. ആൻഡ് അവസാനം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ലാതെ നമുക്ക് ഫോൾസ് ഹോപ്പോ ഒന്നും തരുന്നില്ല. ഈ ഡിസാസ്റ്റർ ഉണ്ടോ, ഭൂമിയുണ്ടോ, നമ്മളിവിടെ ജീവിക്കുന്നുണ്ടോ, ഡിസാസ്റ്ററിൽ നിന്നൊരു രക്ഷയില്ല. പക്ഷേ ബൈ ഫോളോയിങ് പ്രോപ്പർ ടെക്നോളജി, ബൈ മേക്കിംഗ് യൂസ് ഓഫ് ദിസ് വാർണിംഗ് സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഇത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മൾ ഫസ്റ്റ് സൈറ്റിൽ കാണുന്നത് പോലെയുള്ള ഡിസാസ്റ്ററും ഡാമേജും ഡിസ്ട്രക്ഷനും മാത്രമല്ല, ഈവൻ മെൻ്റൽ സൈക്കോളജിക്കൽ ട്രോമാസ് വരെ അത് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ അതിനെല്ലാം പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് അഞ്ജന മജുംദാർ പറയുന്നത്. സോ ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആണോ കാവ്യ? ഓക്കെ ആണല്ലോ അല്ലേ? സോ ഇനി നമ്മൾ പോകുന്നത് ദ സെറങ് ഓഫ് റാനാഗഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള AJ ക്രോണിൻ്റെ സ്റ്റോറിയാണ്. സോ ഈ ചാപ്റ്റർ പറയുമ്പം ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ ആരാണ്? ഡോക്ടർ AJ ക്രോണിൻ മെയിൻ ക്യാരക്ടറാണ്, ഹസൻ ഉണ്ട്, മിസ് ജോബ് സ്മിത്ത് ഉണ്ട്, ക്യാപ്റ്റൻ ഹാമ്പിൾ ഉണ്ട്. ഇവർ ഇത്രയുമാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു സിനോപ്സിസ് ഓർ ദ സമ്മറി ഓഫ് ദ സ്റ്റോറി എന്താണ്? ദി ഓഥർ ഹു ഈസ് ഓൾസോ ദ ഷിപ്സ് ഡോക്ടർ നോട്ടീസ്ഡ് ആൻ upper class lady named Job Smith making funny remarks about Hassan, the Indian Serang. He was so thick and he was short, thick and ugly. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, നമ്മുടെ AJ ക്രോണിൻ എന്ന് പറയുന്നത് ഷിപ്പിലെ ഡോക്ടറാണ്. ആൻഡ് ഹി നോട്ടീസ്ഡ്, അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ലേഡി ഫണ്ണി റിമാർക്കാണ് നടത്തുന്നത് അല്ലേ, ഒരാളെ കുറിച്ചിട്ട് കളിയാക്കി പറയുന്നത് പോലെ. ഇത്രയും വികൃതമായിട്ടുള്ള ഒരു സാധനത്തെ ഇതേപോലെ വേറെയും ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യനെ വെച്ച് കളിയാക്കുന്ന ഒരു ഇതിലാണ് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് അബൌട്ട് ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ സെറാങ് എന്ന് പറയും ഷിപ്പിലുള്ള വർക്ക് ചെയ്യുന്നത്. സോ സെറാങ്കിനെ വെച്ചിട്ടാണ് ജോബ് സ്മിത്ത് ഇതുപോലൊരു കളിയാക്കൽ പറയുന്നത്. ഓക്കെ, ദി ട്രിപ്പ് സ്റ്റാർട്ടഡ് ഔട്ട് സ്മൂത്ത്ലി ആൻഡ് ദേ ആർ കമ്മിങ് ടു റീജിയൻ ആൻഡ് ദേ സക്സസ്ഫുള്ളി ട്രാവേഴ്സ് ദ മെഡിറ്ററേനിയൻ ആൻഡ് അറൈവ്ഡ് ഇൻ ദ അറേബ്യൻ സീ. അപ്പോൾ മെഡിറ്ററേനിയൻ സീ ഒക്കെ കഴിഞ്ഞ് അറേബ്യൻ സീയിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുക, ലിവർപൂളിൽ നിന്ന് കൊൽക്കത്തയിലേക്ക്. ആൻഡ് ദ റാനാഗഞ്ചി, ദ നെയിം ഓഫ് ദ ഷിപ്പ് ഇസ് റാനാഗഞ്ചി. A sturdy older ship had white officers and all Indian cabin crew. White peopleum Indian cabin crewum ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു ഷിപ്പായിരുന്നു അത് ഉള്ളത്. മുഹമ്മദ് റിഷാദ്, ഹലോ. ടൈറ്റൻ, ഹലോ. യെസ് മൈ, എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ മെസ്സേജസ് കാണുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു എക്സൈറ്റ്മെൻറ്റ് വരികയാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചതാണോ, റിവൈസ് ചെയ്തിരുന്നോ? ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെയുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട. സോ നമ്മുടെ റാനാഗഞ്ചി എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഷിപ്പിൻ്റെ പേരായിരുന്നു. എ സ്റ്റേർഡി ഓൾഡർ ഷിപ്പ് ആൻഡ് ഹാഡ് വൈറ്റ് ഓഫീസേഴ്സ് ആൻഡ് ഓൾസോ ഇന്ത്യൻ ക്രൂവും കൂടെ ഉണ്ടായിരുന്നു. ദ ഷിപ്സ് ഡോക്ടർ സെർവ്ഡ് ആസ് ദ നറേറ്റർ. സോ ഷിപ്പിൻ്റെ ഡോക്ടർ AJ ക്രോണിനാണ് നറേറ്റർ ഓഫ് ദ സ്റ്റോറി ആയിട്ട് നിൽക്കുന്നത്. ദ ഷിപ്പ് വാസ് പാക്ഡ് വിത്ത് മുഹമ്മദ് റിഷാദ്. സമ്മറിയാണോ മിസ് എടുക്കുന്നത്? അതേ, സമ്മറിയും കൂടെ പറയുന്നുണ്ട്. സമ്മറി പറഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്കും പോകും, ക്വസ്റ്റ്യൻസിലേക്കും വരും കേട്ടോ. ഇതുവരെ ഇത് സമ്മറി പറയുമോ മിസ്, ഇത് സ്റ്റോറി വായിച്ചില്ല എന്ന് പറഞ്ഞ് കുറച്ച് മെസ്സേജസ് കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോർഷൻ എടുക്കുന്നത്. ഓക്കെ, The ship was packed with visitors as usual and had a large number of Anglo-Indian army. So നമ്മുടെ ആ ഒരു ഷിപ്പ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് ആംഗ്ലോ-ഇന്ത്യൻ ആർമി ഒക്കെ ആയിട്ട് വളരെ റെഡി ആയിട്ട് ഷിപ്പ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ആ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയായിരുന്നു. ആൻഡ് മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? നറേറ്റർ എന്ന് പറയുന്നത് ഡോക്ടർ AJ ക്രോണിനാണ്. സെറാങ് എന്ന് പറയുന്ന ഹസൻ ഉണ്ട്, മിസ് ജോബ് സ്മിത്ത് ഉണ്ട്, ആൻഡ് ഓൾസോ ക്യാപ്റ്റൻ ഹാമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 ക്യാരക്ടേഴ്സ് ഓർത്ത് വെച്ചോണേ. ഓക്കെ, സോ then 2 sick deck laborers were brought to the narrator one morning by the Serang. Clear ആണോ? അല്ല എന്നൊരു മെസ്സേജ് കണ്ടു.
ഇപ്പോൾ ക്ലിയർ ആണല്ലോ അല്ലേ? 2 sick deck laborers were brought to the narrator one morning by the Serang Hassan for a checkup. So 2 പേരെ ഷിപ്പിൽ ഉണ്ടായിരുന്ന വർക്ക് ചെയ്യുന്ന 2 പേരെ എന്തൊക്കെയോ കുറച്ച് പ്രശ്നമായിട്ട് നമ്മുടെ ഹസൻ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നപ്പം when the narrator learned they had small pox they were horrified. അപ്പോഴാണ് നറേറ്ററിന് മനസ്സിലാകുന്നത് അവർക്ക് എന്താണ് സ്മോൾ പോക്സ്, നമ്മുടെ വൺ ഓഫ് ദി ഡെഡ്ലിയസ്റ്റ് ഡിസീസസ് എന്ന് പറയുന്ന സ്മോൾ പോക്സ് അവരെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകും. ഹി ബ്രീഫ് ക്യാപ്റ്റൻ ഹാപ്പിൾ ഓൺ ദ പ്രെഡിക്കാമെന്റ്. ഈ വരാനിരിക്കുന്ന ഒരു വലിയ ആപത്ത്, കാരണം ഷിപ്പിലാണ്, എവിടെയും എത്തിയിട്ടില്ല, കരയിലോട്ട് എവിടെയും എത്തിയിട്ടില്ല. ആ സമയത്ത് ഇതുപോലെ വളരെയധികം സ്പ്രെഡ് ചെയ്യുന്ന ഈ ഒരു സ്മോൾ പോക്സ് 2 പേർക്ക് ഷിപ്പിലുണ്ടെന്ന് അറിയുന്നു. അപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എല്ലാവരും പാനിക് ആകും അല്ലേ? ബിക്കോസ് ഓഫ് ദിയർ വർക്ക് ലോഡ്സ് ആൻഡ് സ്റ്റാഫിംഗ് ഷോർട്ടേജസ് ക്യാപ്റ്റൻ ഹാമ്പിൾ ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് അൺഏബിൾ ടു ഗിവ് ദ ഡോക്ടർ എനി ഓഫ് ഹിസ് ഓഫീസേഴ്സ്. അവിടെ ഒന്നാമതേ ഷോർട്ടേജ് ഉണ്ട് ഓഫീസേഴ്സിനും വർക്ക് ചെയ്യുന്നവർക്കും. അതുകൊണ്ട് ആർക്കും അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ ഒരു ആൾക്കാരെ കൊടുക്കാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയൊന്നും അവർക്കുണ്ടായിരുന്നില്ല. ഹി അഡ്വൈസ് ഹിം ടു പ്രിവെന്റ് ദ ഡിസീസ് ഫ്രം സ്പ്രെഡിങ് ആൻഡ് ടു അവോയ്ഡ് ഇൻഫോമിംഗ് ദ പാസഞ്ചേഴ്സ് ബിക്കോസ് ഡൂയിങ് സോ വുഡ് ഡ്രൈവ് ദം ടു വറി. സോ അവരെന്താണ് പറയുന്നത്? ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ക്യാപ്റ്റൻ അറിഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇത് ഒരിക്കലും ബാക്കിയുള്ളവരിലേക്ക് സ്പ്രെഡ് ആകരുത്, മാക്സിമം കൺട്രോൾ ചെയ്യണം. ദോ വി ഹാവ് ഷോർട്ടേജ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓർ ഷോർട്ടേജ് ഓഫ് ദിസ് എംപ്ലോയീസ്, ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. അത് മാത്രമല്ല, യു ഷുഡ് നോട്ട് ഇൻഫോം അതേഴ്സ് അബൌട്ട് ദിസ് തിങ്. കാരണം എന്താണ്, എല്ലാവരും പാനിക്കായി പേടിച്ച് കഴിയുമ്പോൾ തന്നെ അസുഖം സോ പാനിക് ആകാതിരിക്കാൻ ഈ ഒരു മെസ്സേജ് ഒരിക്കലും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യരുതെന്നൊരു കമാൻഡും കൂടെ ക്യാപ്റ്റൻ കൊടുക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞേ. ദേ നീഡഡ് ടു ഐസൊലേറ്റ് ദ മെൻ. അവരപ്പോൾ ഈ അസുഖം വന്ന ആൾക്കാരെ ഇത് മാറ്റണം. ഇവരുടെ ഇടയിലേക്ക്, സാധാരണ പാസഞ്ചേഴ്സിൻ്റെ ഇടയിലേക്ക് ഇവരെ വിടാനായിട്ട് സാധിക്കില്ല. ഹസൻ കൺസ്ട്രക്റ്റഡ് എ സൈസബിൾ ക്യാൻവസ് ഷെൽട്ടർ ഓൺ ദ ആഫ്റ്റർ ഡെക്ക് സിൻസ് ദെയർ വാസ് നോ സ്പെയർ ക്യാബിൻ റൂം ഓർ ബോട്ട് ടു ഡു ദിസ്. സോ കാവ്യ മനസ്സിലാവുന്നുണ്ട്? ഓക്കേടാ. സോ എന്താണ് പറയുന്നത്? ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ നമ്മുടെ സെറാങ് എന്താണ് ചെയ്യുന്നത്? ഒരു സൈസബിൾ ആയിട്ടുള്ള ഒരു ക്യാബിൻ റൂം ഉണ്ടാക്കുകയാണ്. കാരണം വേറെ ഒരു റൂംസും അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നില്ല. ആൻഡ് ദെർ ആർ 2 പേഷ്യൻസ് വെയർ ട്രാൻസ്പോർട്ടഡ്. ആ ഒരു സ്ഥലത്തേക്ക് ഈ 2 പേഷ്യൻസിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ദ എൻറ്റയർ ക്രൂ വാസ് ദെൻ കൺവീൻ ഫോർ എ മെഡിക്കൽ എക്സാമിനേഷൻ. അവിടെ ഉണ്ടായിരുന്ന ക്രൂവിലുള്ള എല്ലാവരെയും എക്സാമിൻ ചെയ്തു. കാരണം ഇത് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ, അതനുസരിച്ച് വേണമല്ലോ ബാക്കി എല്ലാം ചെയ്തു തീർക്കാൻ. എ മാൻ വാസ് സെഗ്രിഗേറ്റഡ് ഫ്രം മദർ ആഫ്റ്റർ ഡിസ്പ്ലേയിങ് സിംറ്റംസ്. ഒരാളെയും അതിൽ നിന്ന് മാറ്റി നിർത്തി, കാരണം പോസിബിൾ സിംറ്റംസ് എല്ലാം കാണിക്കാൻ തുടങ്ങിയിരുന്നു. ദ സ്റ്റോറി ടെല്ലർ വാസ് അസിസ്റ്റഡ് ഇൻ കെയറിംഗ് ഫോർ ദ പേഷ്യൻസ് ബൈ ഹസൻ. സോ നമ്മുടെ നറേറ്ററും ഹസനുമായിരുന്നു, സെറങ് ഓഫ് ദ ഷിപ്പ് ഹസനുമായിരുന്നു ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നത്, പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. However, they discovered 3 further instances among the crew the following morning and 4 more in the afternoon. അടുത്ത ദിവസം രാവിലെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് ബാധിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നവരുടെ എണ്ണവും വളരെയധികം കൂടിക്കൊണ്ടിരുന്നു. They therefore had 10 cases in the temporary shelter. അപ്പോൾ ആ ടെമ്പററി ഷെൽട്ടറിൽ ആകെ മൊത്തം എത്ര പേരുണ്ടായിരുന്നു? 10 പേര്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള 10 പേരുണ്ടായിരുന്നു. And they therefore had 10 cases. Despite the challenging circumstances, the Serang relentlessly provided care for the sick soldiers. So അവരുടേതായ ആവശ്യത്തിനുള്ള കെയറും ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നു. ദ ക്ലോസസ്റ്റ് പോർട്ട് ഓഫ് കൊളംബോ വാസ് 8 days ഡിസ്റ്റൻസ്. അടുത്തത് നമുക്ക് എത്താൻ സാധ്യതയുള്ള ഏറ്റവും അടുത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊളംബോ ആണ്. പക്ഷെ അവിടെ എത്തിപ്പെടണമെങ്കിലോ 8 days ഇനിയുമുണ്ട്. വൺ ഓഫ് ദി ഏർലിയർ വിക്ടിംസ് ഹാഡ് ഫോളൻ ഇൻ ടു എ കോമ ആൻഡ് അപ്പിയർ ടു ബി അബൌട്ട് ടു പാസ് വേ. സോ ആദ്യമായിട്ട് ഇത് വന്ന ആൾക്ക് കോമ സ്റ്റേജിലേക്ക് ആയിക്കഴിഞ്ഞു. കാരണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിൽ അതിൽ ലിമിറ്റേഷൻ ഉണ്ട്. കൊളംബോയിൽ എത്തണമെങ്കിൽ ഇനി 8 days കൂടെ ഉണ്ട്. സോ ആദ്യം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾ കോമ സ്റ്റേജിലാവുകയും ചെയ്തു. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക, ഒരു മരിക്കാറാകുന്ന ഒരു അവസ്ഥയിലേക്കും കൂടെ എത്തി. These challenging conditions caused the narrator a great deal of worry. ഇത് കണ്ടപ്പോൾ മേജർ ക്രോണിന് വളരെയധികം ടെൻസ്ഡായി. എന്താ സംഭവിക്കാൻ പോകുന്നത്? കാരണം ഇവരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് നമുക്കുണ്ട്, നമ്മളെ ഇത് ബാധിക്കില്ലേ, നമ്മൾ മരിക്കില്ലേ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Yet watching Hassan meditate under the stars would make him feel at an ease. നമ്മുടെ ഹസനെ കാണുമ്പോൾ മേജർ ക്രോണിന് ആ ടെൻഷനൊക്കെ മറക്കും. How cool he is, how selfless he is, സെൽഫിഷ് അല്ല സെൽഫ്ലെസ് he is. ആ ഒരു അവസ്ഥയൊക്കെ കാണുമ്പം ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ ഉള്ളപ്പം നമ്മൾ മാക്സിമം അതനുസരിച്ച് നിൽക്കും അല്ലേ. സോ വളരെയധികം ടെൻസ്ഡ് ആയിരുന്നെങ്കിലും ഹസൻ്റെ ആ ഒരു മുഖം കാണുമ്പോഴത്തേക്ക് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എ റിലീഫ് ഫോർ AJ Cronin too. So despite Hassan's lack of conversation, the narrator soon learned several things about him. അങ്ങനെ അവർ ഭയങ്കര കമ്പനി ഒന്നും ആയിരുന്നില്ല, പക്ഷെ പോകെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ഹസൻ്റെ അടുത്തുനിന്ന് നമ്മുടെ ഓഥറിന് കിട്ടുകയാണ്. ആൻഡ് വാട്ട് ഇസ് ദാറ്റ്?
Although his parents had migrated to southern India, he was originally from Punjab. So നമ്മുടെ ഈ ഹസൻ എന്ന് പറയുന്ന ആൾ ഈസ് ബേസിക്കലി ഫ്രം പഞ്ചാബ്, പഞ്ചാബിൽ നിന്നുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരൻസ് സൗത്ത് ഇന്ത്യയിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. He had trained as a seaman there near the coast. So coastal area ഒരു seaman ആയിട്ടാണ് he used to work. He had worked as a seaman for almost 40 years, 15 of them abroad on Ranaganji. So Ranaganjiയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് around 15 years ആയി. 40 years ആയിട്ട് seaman ആണ്. Ranaganjiയിൽ വന്നിട്ട് 15 years ആയി കഴിഞ്ഞു. He had no family or friends. പാവം ഒറ്റയ്ക്കാണ്, ഫാമിലിയില്ല. കാരണം ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് വേറെ ഫ്രണ്ട്സ് ഒന്നും പറയാനില്ല ഇൻ ഇന്ത്യ. നോ ഡിഡ് ഹി ഹാവ് എ ഹോം ഓർ ലാൻഡ്. എന്തിനേറെ പറയുന്നു, സ്വന്തമായിട്ടൊരു വീടോ സ്ഥലമോ ഒന്നും. ദി റെക്ക് ഓഫ് ദി ടൈറ്റാനിക് അതുവരെ ഉണ്ട് എക്സാമിന്. ഉണ്ടല്ലോ. അതാണ് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് അടുത്തത് അതിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. He had no family or friends in India, nor did he have a home or a land. So സ്വന്തമായിട്ടൊരു സ്ഥലമോ വീടോ ഒന്നും ഉണ്ടായിരുന്നില്ല. പാവത്തിന് ആ ഷിപ്പിലുള്ള ജീവിതം മാത്രമാണ് ഉണ്ടായിരുന്നത്. And he had never been wed. കല്യാണം കഴിച്ചിട്ടില്ല. And he identified as a Muslim, but he is a Muslim guy എന്നുള്ള ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ AJ ക്രോണിന് ഹസനെ കുറിച്ച് മനസ്സിലാകുന്നത്. From the lack ഒരു ചാപ്റ്റർ കൂടെ ഹലോ. ഹലോ മക്കളെ, മിസ് ഒരു ദേ പോയി ഇതാ വന്നു ടച്ചപ്പ് ഒന്ന് എടുത്തതാണ് കേട്ടോ. സോറി, ആദ്യം തന്നെ സോറി, ചെറിയൊരു ടെക്നിക്കൽ എറർ വന്നതാണ്. അപ്പം മിസ്സിനെ വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഈ ലൈവ് സെഷൻ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാവ്യക്കുട്ടി മാത്രമാണ് മിസ് എവിടെ പോയി എന്ന് അന്വേഷിച്ചത്. ബാക്കി എന്തൊക്കെയാണ് സ്റ്റേജസ് ഓഫ് എന്തൊക്കെ നോട്ട്സാണ് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പാവം കാവ്യ മാത്രമാണ് മിസ്സേ എവിടെയെന്ന് ചോദിച്ചത്. കാവ്യക്കുട്ടി താങ്ക് യുടാ, നീയെങ്കിലും എന്നെ ഒന്ന് ഓർത്തല്ലോ. ഓക്കെ, സോ നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണ്. ഓക്കെ, ബെഞ്ചമിൻ പെക്കീത്തിൻ്റെ ഒരു പോയമാണ്. കാവ്യ ക്ലിയർ അല്ലേടാ? ഷഹമ, ഫൈസു എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? ആണെങ്കിൽ ഒന്ന് മിസ്സിനൊരു മെസ്സേജ് ഇട്ടേ, ഒരു തംസപ്പ് കാണിച്ചേ. അപ്പം ഫുൾ കോൺഫിഡൻസോടെ മിസ്സിന് ഇനിയും പഠിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, യെസ് മിസ് ക്ലിയർ ആണ്. ഓക്കെ അപ്പോൾ നമുക്കിനി ഫുൾ പവറോടെ തന്നെ പഠിക്കാം. ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണ് ബൈ ബെഞ്ചമിൻ പെക്കീറ്റ്. ആൻഡ് ഈ ഒരു പോയം പറയുമ്പോഴത്തേക്ക് നമ്മുടെ ടൈറ്റാനിക് സിനിമ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ. അതിൽ ജാക്കിനെയും റോസിനെയും അങ്ങോട്ട് മാറ്റി നിർത്തുക, എന്നിട്ട് ബാക്കി അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതെല്ലാം ഒന്ന് മനസ്സിൽ കൂടെ പോട്ടെ. ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ കണ്ടിട്ട് ഈ ഒരു ഇത് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഫിജാസ് ഞാനും ചോദിച്ചു മിസ്, ഞാൻ കണ്ടില്ലല്ലോ, ചോദിച്ചായിരുന്നോ? ഓക്കെ, സോ ദ ടൈറ്റാനിക് ഡിപ്പാർട്ടഡ് ഫ്രം സൗത്ത് ആംപ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ദാറ്റ് ദ പോയറ്റ് കോൾസ് ഇറ്റ് എ പോയം മെയ്ഡ് ഔട്ട് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. ഭയങ്കര സുന്ദരിയായിട്ട് നമ്മുടെ ടൈറ്റാനിക് ഓൾ സെറ്റ് ടു ഗോ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് പോയറ്റ് എങ്ങനെയാണ് ഏത് മെറ്റഫറിൽ കൂടെയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് എ പോയം മെയ്ഡ് ഔട്ട് ഓഫ്, ഒരു പോയം പോലെ സുന്ദരിയാണ്, നല്ലൊരു കവിത പോലെ നമ്മുടെ ടൈറ്റാനിക്കും സുന്ദരിയാണ്. പക്ഷെ എന്താണ്, വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയ കവിതയാണോ? അല്ല, പകരം എന്തുകൊണ്ടാണ്? അയണും സ്റ്റീലും കൊണ്ട് നിർമ്മിച്ച ഒരു ബ്യൂട്ടിഫുൾ പോയം പോലെ നമ്മുടെ ടൈറ്റാനിക് അതീവ സുന്ദരിയായിട്ട് സൗത്ത് ആംപ്ടണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് എ സീ ഡ്രീം. അതൊരു കടലിൽ സ്വപ്നം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയായിരുന്നു. ഇറ്റ് വാസ് എ സീ ഡ്രീം. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഓൺ ഷോർ വാച്ച്ഡ് ഇറ്റ് സെയിലിംഗ് അവേ. മെല്ലെ മെല്ലെ അങ്ങനെ കടലിലേക്ക് ഇറങ്ങുന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. And because nobody saw death coming as the brave captain stood at the wheel and commanded the ship. നമ്മുടെ ആ ഒരു ബ്രേവ് ക്യാപ്റ്റൻ ആ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലേ. ആ നിൽക്കുമ്പം നമുക്ക് ഒന്നിനെക്കുറിച്ചും ഭയമില്ല. ഇതുപോലൊരു ട്രാജഡി ആണ് അതിനെ വരവേക്കാൻ നിൽക്കുന്നതിനുള്ളതിനെക്കുറിച്ച് വി ഹാഡ് നോ ഐഡിയ അബൌട്ട് ഇറ്റ്. സോ
അങ്ങനെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ എല്ലാവരും ഭയങ്കര സന്തോഷിച്ച് ആരവത്തോടെ ഇങ്ങനെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. ഹി ഡിറക്റ്റഡ് ദ ഷിപ്സ് കോഴ്സ് ടുവേർഡ്സ് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ, എ ഷോർ ദാറ്റ് വാസ് സോ ഫാർ അവേ ദാറ്റ് നോ എക്കോസ് കുഡ് ബി ഹേർഡ് ബാക്ക് ഫ്രം ഇറ്റ്. സോ നമുക്ക് ഈ മരണത്തിൻ്റെ ആ ഒരു വിളി നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കില്ല. ഒറ്റ സെക്കൻഡ് മക്കളെ, ഇവിടെ ഞാൻ ഒന്ന് ചാർജ് ചെയ്തോട്ടെ, എന്നെ തന്നെ ചാർജ് ചെയ്തോട്ടെ. ഓക്കെ, ഐപാഡും ഞാനും ഒരേ ലെവലിൽ ചാർജ് ആയാലല്ലേ നമ്മുടെ ക്ലാസ്സും എഫക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, ഇനി ഒരു ടെക്നിക്കൽ എറർ പറയാൻ ഞാൻ സമ്മതിക്കില്ല സുഹൃത്തുക്കളെ, സമ്മതിക്കില്ല. ഓക്കെ, സോ നമ്മുടെ നോട്ട് പോയോ? കാണുന്നില്ലേ? ക്ലിയർ ആണോ? നമ്മുടെ ചാപ്റ്റർ കാണുന്നില്ല എന്ന് തോന്നുന്നല്ലോ. സെറ്റാണോ? ഓക്കെ, കിട്ടിയല്ലേ? കിട്ടി തുടങ്ങി. യാ, സോ നമ്മുടെ ക്യാപ്റ്റൻ നല്ല കോൺഫിഡൻസോട് കൂടി ആ ഷിപ്പിൽ നിൽക്കുമ്പം ആർക്കും ഒരു ഐഡിയയും ഇല്ല ഇതുപോലൊരു ട്രാജഡിയാണ് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നുള്ളത്. ഡെസ്റ്റിനേഷനിലേക്കുള്ള കറക്റ്റ് സിഗ്നൽ കൊടുത്തു, അതങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് എവ്രി വൺ ഈസ് സോ എക്സൈറ്റഡ്, എവ്രി വൺ ഈസ് സോ ഹാപ്പി ആൻഡ് സച്ച് എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പോയം വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ ആ ഒരു വോയേജ് സ്റ്റാർട്ട് ചെയ്ത് ടൈറ്റാനിക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ the Titanic was the last best work of man. മനുഷ്യൻ്റെ ഏറ്റവും അവസാനത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ നിർമ്മിതി എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് ടൈറ്റാനിക് ആണെന്നാണ് പറയുന്നത്. ഷി വാസ് സ്പീഡിങ് ഓൺ ഹെർ ഫസ്റ്റ് ജേർണി. ആദ്യത്തെ യാത്ര, കന്യാത്ര എന്നൊക്കെ പറയുന്ന പോലെ ആദ്യത്തെ യാത്ര മെല്ലെ 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 അതിൻ്റെ ആ ഒരു ട്രാക്കിലേക്ക് വന്ന് യാത്ര പൊക്കോണ്ടിരിക്കുകയായിരുന്നു. An ominous mass which was ghostly white in color appeared before it. ആ ഒരു ട്രാക്കിൽ എല്ലാവരും ഇതേപോലുള്ള ഒരു എക്സ്പെൻസീവ് ഈ ഒരു ക്രൂസിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്നാണ് ഒരു വെള്ള കളറിൽ അല്ലെങ്കിൽ ഒരു വെള്ള പൊതച്ച പോലത്തെ ഒരു ഗോസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരാൻ തുടങ്ങിയത്. നമ്മുടെ സിനിമ കാണുന്നത് അതേപോലെ ഓർമ്മ വരുന്നുണ്ടല്ലോ. ജാക്കിനെയും റോസിനെയും മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാം ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇറ്റ് വാസ് എ ടവറിംഗ് മൗണ്ടൻ ഓഫ് ഐസ്. ഈ വെള്ള പൊതച്ച ഗോസ്റ്റ്ലി അപ്പിയറൻസിൽ ടൈറ്റാനിക്കിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന സാധനം എന്താണ്? ഇറ്റ്സ് എ ടവറിംഗ് മൗണ്ടൻ ഓഫ് ഐസ്. ഐസ് കൊണ്ടുണ്ടാക്കിയ ഒരു മൗണ്ടൻ ആയിരുന്നു കടലിൻ്റെ നടുക്ക് വന്നിരുന്നത്. എ gigantic iceberg of the kind that had never been seen on the North Atlantic before. North Atlantic region ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു gigantic iceberg ആയിരുന്നു അതെന്ന് പറയുന്നത്. എന്തിന്? നമ്മുടെ ടൈറ്റാനിക്കിന് അതൊരു ട്രാജഡി വരുത്താൻ ആരോ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് പോലെ അത് അവിടെ അങ്ങനെ നീന്നു. The Titanic struck the iceberg and shook from corner to corner. അത് അതിൽ അങ്ങനെ ഇടിക്കുകയും മൊത്തത്തിൽ ആ ടൈറ്റാനിക് ഒന്ന് ആടി ഒലഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, everyone soon learned that it was rapidly sinking. എല്ലാവർക്കും മനസ്സിലായി അതിനി മുങ്ങാൻ പോവുകയാണ്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്ന എല്ലാവർക്കും ആ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു. ക്യാപ്റ്റൻ സ്മിത്ത്, what was the name of the captain? He was Captain Smith and the ship's brave captain. എന്താണ്? he is addressed as the brave captain of the ship Titanic. Did not think about saving his own life for a moment or നിമിഷത്തേക്ക് പോലും എൻ്റെ ജീവിതം, എൻ്റെ ജീവൻ സേഫ് ആക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നില്ല. ആൻഡ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആൻഡ് ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദ ലൈഫ്സ് ഓഫ് ദ പീപ്പിൾ ഓൺ ബോർഡ്. സോ എന്താണ്? ഞാൻ അതിനെ ഏറ്റെടുക്കണം, ഞാൻ അവരുടെ ലൈഫ് സേവ് ആക്കണം, അല്ലാതെ എൻ്റെ ലൈഫ് എന്നുള്ള ഒരു മൊമെൻറ്റിലേക്ക് പോലും ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ മനസ്സിലേക്ക് വന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഹി ഈസ് സച്ച് എ ബ്രേവ്, അല്ലേ, ബ്രേവ് ക്യാപ്റ്റൻ ഹി ഈസ്. ഇൻസ്റ്റെഡ് ഹി സ്റ്റുഡ് ഓൺ ദ ബ്രിഡ്ജ് ആൻഡ് കോൾഡ് ഔട്ട് ടു ഹിസ് ക്രൂ. അതിന് പകരം അവിടെ നിന്നിട്ട് ബാക്കി ക്രൂ മെമ്പേഴ്സിനെ എല്ലാം വിളിക്കുകയാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നെ വന്ന് കാണുമെന്ന് പറയുകയാണ്. ഹി ടോൾഡ് ദം ടു റിമെമ്പർ ദിയർ കൺട്രി. അതിൽ ആ ഒരു പോയത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസ് ആണ്. റിമെമ്പർ വൺ തിങ്, ബി ബ്രിട്ടീഷ്, ബി ബ്രേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്. ചിലപ്പോൾ കോട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നാൽ അത് ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ഒരു കാര്യമോ വല്ല ക്യാരക്ടർ ഫീച്ചേഴ്സോ വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ലൈൻ പറഞ്ഞാൽ തന്നെ നമുക്ക് അയാളുടെ ഒരു ക്വാളിറ്റി മനസ്സിലാകും. ആൻഡ് ഹി സേസ് ദാറ്റ് ടു ബി ബ്രിട്ടീഷ് ആൻഡ് ടു ബി ട്രൂ. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ ഓർക്കണം, നിങ്ങൾ ബ്രിട്ടീഷാണ്, നിങ്ങൾ ബ്രേവ് ആണ്, അത് മറന്ന് നിങ്ങൾ പ്രവർത്തിക്കരുത്. സോ യു ഷുഡ് ബി ബ്രിട്ടീഷ്, യു ഷുഡ് ബി ട്രൂ ആൻഡ് യു ഷുഡ് ബി എന്താണ് ബ്രേവ് ഇനഫ് ടു ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ. ആരെയും പാനിക് ആക്കരുത്, നിങ്ങൾ സ്വന്തമായിട്ട് പാനിക് ആകരുത്. പകരം എന്താണ്? ബാക്കിയുള്ളവരുടെ ലൈഫ് സേവ് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് പോരാടാം. ആൻഡ് ദെൻ ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ് പ്രൂവ് ടു ദ വേൾഡ് ദാറ്റ് ദിയർ ബ്രേവറി നെവർ ഫീൽസ്. ഇതിപ്പോൾ ഈ രാജ്യങ്ങളിലെ ഇംഗ്ലണ്ടിലെ, അയർലൻഡിലെ, സ്കോട്ട്ലൻഡിലെ, വെയിൽസിലെ ആൾക്കാർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, അവർ ഒരിക്കലും തോറ്റു പോകില്ല. സെൽഫ്ലെസ് ആയിട്ടുള്ള ആക്ഷൻസിൽ കൂടെ അവർ തോറ്റു പോകില്ല എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദ ക്രൂ സ്റ്റുഡ് ബൈ ആൻഡ് റെസ്ക്യൂഡ് ദ വുമൻ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ്. ആൻഡ് ആദ്യം അവർ ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് തിങ് എന്താണ്? സ്ത്രീകളെയും കുട്ടികളെയും ആ ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് അവർ ആദ്യം ശ്രദ്ധിച്ചത്, അല്ലേ?
ആൻഡ് ആ ഒരു ആക്ഷനൊന്നും നമുക്കറിയാം. ആ ഒരു സിനിമയിലെ പല സീൻസും അല്ലേ, പേരൻസ് ഫാദേഴ്സ് ഇങ്ങനെ നിൽക്കും, കുട്ടികളെ ആ റെസ്ക്യൂ ബോട്ടിലേക്ക് ആക്കും. അപ്പോൾ അവരുടെ ഇടയിലുള്ള ആ ഒരു നോട്ടമൊക്കെ നമുക്ക് സിനിമയിൽ കണ്ട ഓർമ്മയുണ്ടല്ലോ അല്ലേ. സോ ദ ലൈഫ് ബോട്ട്സ് വിത്ത് ദ വിമൻ ആൻഡ് ചിൽഡ്രൻ വെയർ ലോവേർഡ് ആൻഡ് സെൻറ്റ് അവേ. മെല്ലെ ലൈഫ് ബോട്ടിലേക്ക് കൂടുതൽ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ഓരോരുത്തരായിട്ട് രക്ഷപ്പെടുത്താനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് കട്ട് ഓഫ് ഓൾ ഹോപ്പ് ഫോർ ദ പീപ്പിൾ ലെഫ്റ്റ് ഓൺ ബോർഡ്. അവരെ മാത്രം, സ്ത്രീകളെയും കുട്ടികളെയും രക്ഷപ്പെടുത്തുന്ന കണ്ടപ്പം ഓൺ ബോർഡ് നിൽക്കുന്ന എസ്പെഷ്യലി ക്രൂ മെമ്പേഴ്സിന് മനസ്സിലായി, ഓക്കെ, ദർ ഇസ് നോ ചാൻസ് ടു എസ്കേപ്പ് ഫ്രം ദിസ് സിറ്റുവേഷൻ. സോ ദ ഫൈനൽ തിങ് എന്ന് പറയുന്നത് ഫേസ് ദ ഡെത്ത് ആൻഡ് ബി ബ്രിട്ടീഷ്, ബി ട്രൂ എന്നുള്ള ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. ദ ടൈറ്റാനിക് സാങ് ഫ്രം സൈഡ് ബിനീത്ത് ദ സീ. നമ്മുടെ കാഴ്ചയിൽ നിന്നെല്ലാം ഉള്ളിലേക്ക് അത് എന്നേക്കുമായിട്ട് മാഞ്ഞു പോയി. വൈൽ ദ ഷിപ്സ് മ്യൂസിക്കൽ ബാൻഡ് പ്ലേഡ് നിയറർ മൈ ഗോഡ് ടു തീ. ആ ഒരു ബാൻഡ് പ്ലേ ചെയ്യുന്ന ഒരു സീൻ ഓർമ്മയുണ്ടോ? അത് നമ്മുടെ ടൈറ്റാനിക് ഐസ്ബർഗിൽ മുട്ടി എന്നേക്കുമായി കടലിലേക്ക് താന്ന് പോയിക്കൊണ്ടിരുന്നപ്പം അതിലെ ആ ബാൻഡ് പ്ലേ ചെയ്തുകൊണ്ടിരുന്ന സോങ് ഏതായിരുന്നു? നിയറർ മൈ ഗോഡ് ടു തീ. ദൈവത്തിൻ്റെ അടുത്തേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ലൈൻസ് ആയിരുന്നു ആ ബാൻഡ് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ദർ വാസ് നോ സീൻ ആസ് ഓഫുള്ളി ഗ്രാൻഡ് ആസ് ദ സിംഗിങ് ഷിപ്പ് വിത്ത് ഹർ പ്ലേയിങ് ബാൻഡ്. ഇതേപോലൊരു ഷിപ്പ് മുങ്ങി താഴുമ്പം അതിനെ ബേസ് ചെയ്ത് മെസ്സേജ് വന്ന് ദൈവത്തിന് അരികിലേക്ക് ഇതാ എത്തുന്നു എന്ന് പറയുന്ന ഒരു സോങ് ഇതാക്കുന്ന ഒരു കാഴ്ച നമുക്ക് വേറെ കാണാൻ സാധിക്കില്ല. The poet wishes all glory to Captain Smith and he says എല്ലാ regards, not in the form of regards, എല്ലാവിധ ആശംസകളും വിഷസും അനുഗ്രഹങ്ങളും ഒക്കെ ബ്ലെസ്സിങ്സും ഒക്കെ ക്യാപ്റ്റൻ സ്മിത്തിന് കൊടുക്കുകയാണ്. ആൻഡ് ഹി ഈസ് കമ്പയർഡ് ടു ട്രഫൽഗർസ് ഹീറോസ്. ഇവിടെ ടെക്സ്റ്റിൽ പല പോയിന്റ്സിലായിട്ട് പല ഹിസ്റ്റോറിക് ഈവൻറ്റ്സും, ടെക്സസിലെ ആണെങ്കിലും ബീജിങ്ങിലെ ആണെങ്കിലും അതെല്ലാം നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ അങ്ങനത്തെ ഒക്കെ ഇൻസ്റ്റൻസിലുള്ള കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. അത് ടെക്സ്റ്റ് എന്താണെന്ന് വായിക്കുക. കാരണം ഇംഗ്ലീഷിൻ്റെ ഇടയ്ക്ക് ഹിസ്റ്ററി കൊണ്ടുവന്നിട്ട് ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. കാരണം നമുക്ക് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പഠിക്കാനുണ്ട്, റെക്ക് ഓഫ് ദ ടൈറ്റാനിക് ഉണ്ട്, അതേപോലെ തന്നെ റാണാഗഞ്ചിയുടെ നമ്മുടെ സെറങ്കിൻ്റെ കഥ പഠിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഹിസ്റ്ററി കൂട്ടി കുഴക്കുന്നില്ല. എന്താണെന്നുള്ള ഐഡിയ കിട്ടാൻ അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. അതുമായിട്ട് ബേസ് ചെയ്ത് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഓക്കെ, സോ they also bring to mind other historical events where men showed great courage, such as the thrilling tale of Elamo, the last grand charge at Waterloo, the charge of the Light Brigade, and the hero Jim Bloodsoe's act on the Prairie Belly. So the Prairie Belly എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബോട്ടിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ഒക്കെയാണ്. സോ ആ ഒരു കുഞ്ഞ് ബോക്സിൽ ടെക്സ്റ്റിൽ എൻഡ് ചെയ്യുന്ന ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്തുമായിട്ട് ഏത് കൺട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് ആണ്. ഇതെല്ലാം എന്താണ് നമ്മുടെ ആ ഒരു ഹ്യൂമൻ പവർ കാണിക്കുന്ന ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ആണ്. ഈ ഒരു ഹീറോസിനെ പോലെയാണ് ക്യാപ്റ്റൻ സ്മിത്തും അദ്ദേഹത്തിൻ്റെ ക്രൂവും കൂടെ ഉണ്ടായിരുന്നത് ടു സെർവ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഓൺ ബോർഡ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുക. ഓക്കെ, so along with those other historical events, the Titanic story shall remain in people's memory because there was no courage more noble and true than shown by the Titanic crew on the night it sank. ഇത്രയും കാലം എത്രയാണ് 1912 ടൈറ്റാനിക് മുങ്ങുന്നത്. ഇപ്പം ഈ ഒരു 2023 ടൈറ്റാനിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലൊരു രോമാഞ്ചം നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ എന്താണ് മക്കളെ അതിൻ്റെ റീസൺ? അതിന് ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ക്യാപ്റ്റൻ സ്മിത്ത്. കാരണം ക്യാപ്റ്റൻ സ്മിത്ത് കാണിച്ച ആ ഒരു പവർ, റെസ്പോൺസിബിലിറ്റി, ബി ബ്രേവ്, ബി ബ്രിട്ടീഷ്, റിമെമ്പർ യുവർ കൺട്രി എന്ന് കൊടുത്തിട്ടുള്ള ഈ 3 മെസ്സേജസ് അത് ബാക്കി ക്രൂവിനെ എങ്ങനെയാണ് അവരത് ഏറ്റെടുത്ത് പ്രവർത്തിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. സോ ആ ഒരു ഹീറോ ആസ്പെക്റ്റ് ഓഫ് ദി ക്യാപ്റ്റൻ ആണ് ഇന്നും നമ്മൾ മറക്കാതെ ടൈറ്റാനിക് എന്ന് പറയുമ്പോൾ ഒരു കുളിര് കോരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ആൻഡ് ഇത് നമുക്ക് പറയാം, ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ആൻ എലിജി, വിലാപകാവ്യം. ഒരാൾ മരിക്കുമ്പോഴാണല്ലോ നമ്മൾ എലിജി ഉണ്ടാക്കുക. സോ ഇതൊരു ടൈറ്റാനിക് എലിജി പോലെ നമുക്കിതിനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ദ ഷിപ്പ് ടൈറ്റാനിക് വാസ് സിങ്ക് ഓൺ 14th April 1912 ഇത് മുങ്ങുന്നത്. ദ പോയറ്റ് റിക്കലക്ട്സ് ദ ഹീറോസ് ഓഫ് ദ സിങ്കിങ് ഷിപ്പ് ആൻഡ് സേസ് ദാറ്റ് ഷംനറിനെയൊക്കെ വിളിക്കുന്നുണ്ടല്ലോ ഫിജാസ്, ക്ലാസ്സിൽ ശ്രദ്ധിച്ചേടാ, ക്ലാസ്സിൽ ശ്രദ്ധിക്ക്, ഞാൻ ഇത്രയും തോരാതെ ഇരുന്ന് പറയല്ലേ. ഓക്കെ, സോ recollects the heroes of the sinking ship and says that the heroism was greater than that of the famous heroes of the history. ഏതൊരു ഹിസ്റ്ററി എടുത്താലും അതിലൊക്കെ കാണിച്ചിട്ടുള്ള നായകന്മാരുടെ ആക്ഷനേക്കാളൊക്കെ
എത്രയോ വലുതാണ് ടൈറ്റാനിക്കിലെ ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ആ ഒരു കറേജ്, ബ്രേവ്, പവർ എന്ന് പറയുന്നതെന്നാണ് നമ്മുടെ പോയറ്റ് പറയുന്നത്. ആണല്ലേ? സോ നമ്മൾ ആ ടൈറ്റാനിക് സിനിമ കണ്ടു. ഇപ്പോഴും ഞാൻ പറയുന്നു, ജാക്കിനെയും റോസിനെയും മാറ്റി നിർത്തുക. ബാക്കി ആ ഒരു ക്യാപ്റ്റൻ്റെ ആ ഒരു മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലേക്കും വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഒരു ബോൾ പാർട്ടി നടക്കുന്ന ഒരു ഏരിയ, അതെങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് വോയേജ് സ്റ്റാർട്ട് ചെയ്തപ്പം അതെങ്ങനെയായിരുന്നു, അവസാനം എത്താറായപ്പോൾ അവരുടെയൊക്കെ മുഖത്തെ ഒരു പാനിക് സിറ്റുവേഷൻ, നമ്മുടെ ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ആ ഒരു ഹെൽപ്ലെസ് നേച്ചറിലും അദ്ദേഹം കൊടുത്തോണ്ടിരുന്ന ആ ഒരു ഒരു ആശ്വാസം, അതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അത്രയും പേടിച്ച് ട്രാജഡി ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതിൽ ടൈറ്റാനിക് മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ക്യാപ്റ്റൻ സ്മിത്തിനെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ക്യാപ്റ്റൻ സ്മിത്തിനെ മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഏതൊരു ഹിസ്റ്റോറിക് ഈവൻറ്റ്സ് എടുക്കുകയാണെങ്കിലും ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ തട്ട് താന്ന് തന്നെ ഇരിക്കും മക്കളെ എന്ന് പറയുന്നത് പോലെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ക്രൂവിൻ്റെ പവർ അത് വേറെ ലെവലാണ്. വേറെ ഏത് ഹീറോസ് വന്നോട്ടെ, ടെക്സസിലെ വന്നോട്ടെ, ബെൽജിയത്തിലെ വന്നോട്ടെ, എവിടുത്തെ വന്നാലും നമ്മുടെ ക്യാപ്റ്റൻ സ്മിത്ത് പവർ വേറെ. ഓക്കെ, അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വളരെയധികം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ ഒരു തംസപ്പ് കാണിക്കൂ. ഇവിടെ ലൈവ് ചാറ്റ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഈ പറഞ്ഞതും കയറിയോന്ന് മിസ്സൊന്ന് മനസ്സിലാക്കട്ടെ. സോ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആദ്യം നമുക്ക് വരുന്നതും ഒരു ചെറിയ മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഔട്ട് ഓഫ് സൗത്താംപ്ടൺ ഷീ സ്വങ് വിത്ത് ദ സ്ട്രീം, എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ, എ സീ ഡ്രീം. സൗത്താംപ്ടണിൽ നിന്ന് നമ്മുടെ സ്ട്രീം ഇതിലേക്ക് ടൈറ്റാനിക് ഇങ്ങനെ വരികയാണ്. അല്ല, ടൈറ്റാനിക് എന്ന് പറയുന്നില്ല, മിസ് ആൻസറും പറഞ്ഞു പോയി, സോറി. സോ ഹു ഈസ് റെഫർഡ് ടു ആസ് എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ? നമ്മുടെ അയണും സ്റ്റീലും കൊണ്ടുണ്ടാക്കി വെച്ചേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയം എന്ന് ഈ ഒരു ഇതിൽ റെഫർ ചെയ്യുന്നത് ആരെയാണ്? ടൈറ്റാനിക്. ഡാൻസേഴ്സ് ടൈറ്റാനിക്കിനെയാണ് അങ്ങനെ റെഫർ ചെയ്യുന്നത് അല്ലേ? ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് മിസ് അത് അതേപോലെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, സോ ഇനി വരുമ്പം ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ. ടൈറ്റാനിക്കിൻ്റെ കഥ കേട്ട് ഡിസാസ്റ്റേഴ്സ് മറക്കരുത്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, after reading the essay Disasters and Disaster Management in India, you realize that your area is prone to disasters like floods and earthquakes. You wish to bring the matter to the notice of the authorities, residents and politicians by writing a letter to the editor of a popular daily. Prepare a letter. So, എന്താണ് ഇതിൽ പറയുന്നത്? ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കാലിറ്റി സേഫ് അല്ല, അത് ഇതേപോലുള്ള ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ ആണെന്ന് മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കി പ്രിപ്പയർ എ ലെറ്റർ അല്ലേ, ആർക്ക് വേണ്ടിയിട്ട്? ടു ദി എഡിറ്റർ ഓഫ് എ ലോക്കൽ ഡെയിലി ന്യൂസ് പേപ്പർ ഓർ എ ഫേമസ് ഡെയിലി ന്യൂസ് പേപ്പർ. സോ അതിന് വേണ്ടിയിട്ടൊരു ലെറ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. ലെറ്റർ ഫോമാറ്റ് വരുമ്പം എഡിറ്ററിനാണ്, ന്യൂസ് പേപ്പറിനാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് ലെറ്ററാണ്? ഫോർമൽ ലെറ്ററാണ്. ഫോർമൽ ലെറ്റർ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട് മിസ്, ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, അത് മറന്നു പോവാതിരിക്കാൻ പിന്നെയും കാണിച്ചതാണ്. ആദ്യം ഫ്രം അഡ്രസ്, ആരാണ് അയക്കുന്നത് എന്നുള്ളത്, ഡേറ്റ് കൊടുക്കണം. 2, ആർക്കാണ് ഇത് പോകേണ്ടതെന്ന് പറയണം. ഫോർമൽ ലെറ്റർ ആണോ? സബ്ജക്റ്റ് വേണം, സബ്ജക്റ്റ് അതിൽ എഴുതിയിരിക്കണം. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? യു വിഷ് ടു ബ്രിങ് ദ മാറ്റർ ടു ദ നോട്ടീസ് ഓഫ് ദി അതോറിറ്റീസ്, റെസിഡൻസ് ആൻഡ് പൊളിറ്റീഷ്യൻസ് അബൌട്ട് വാട്ട്? ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. സോ ഇറ്റ്സ് എ ലെറ്റർ വിച്ച് ഇസ് റിലേറ്റഡ് ടു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ആ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ സബ്ജക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് സല്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ മിസ്, സെറ്റ്, ഞാനും സെറ്റ്. ഓക്കെ, സോ സല്യൂട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്ന ആരെയാണോ അഡ്രസ്സ് ചെയ്യുന്നത്, ആർക്കാണോ ലെറ്റർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതാണ് സർ എന്ന് പറയുന്നത്. ഇനി മിസ് ഒരു വലിയ ലോങ് ആയിട്ടുള്ള പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ കാണിക്കും. അവിടെയും ഇവിടെയൊക്കെ വായിച്ചിട്ട് എല്ലാം ഓർത്തിരിക്കണം എന്നില്ല, എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കയറി കൊളുത്തും. അത് അതേപോലെ ആൻസർ ഷീറ്റിൽ അത്രയും ക്വാളിറ്റി ആയിട്ട് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. സോ ഇവിടെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ബോഡി ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ. ഐ എം റൈറ്റിംഗ് ടു ബ്രിങ് അറ്റൻഷൻ ടു എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എഴുതാൻ വേണ്ടിയിട്ടാണ് ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ. ഈ ലെറ്റർ ഞാൻ എഴുതുന്നത് എന്തിനാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്.
and it affects our community and its residents profoundly. The imminent threat of floods and earthquakes. Earthquakesum floodum കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയെ ബാധിക്കാൻ പോകുന്ന ഒരു ഡിസാസ്റ്ററിനെ ബേസ് ചെയ്തിട്ട് അതിലേക്ക് ശ്രദ്ധ കൊള്ളുവാനാണ് ഞാൻ ഈ ഒരു ലെറ്റർ അയക്കുന്നത്. Our locality, known for its natural beauty, is unfortunately prone to these disasters, and it is high time we collectively address this issue to ensure the safety and well-being of our fellow citizens. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ഒരു നാട് നമ്മുടെ പറഞ്ഞ പോലെ ഹരിതാപ പച്ചപ്പും ഊഷ്മളതയൊക്കെ കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് പ്രോൺ ഏരിയ ആണ്. അതുകൊണ്ട് ഇറ്റ്സ് ഹൈ ടൈം, സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു മേക്ക് അതേഴ്സ് അവെയർ അബൌട്ട് ദ തിങ്സ് ദാറ്റ് വി മൈറ്റ് ഫീൽ ഓർ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എവിടെയാണ് നിർത്തിയേ? Recent events have highlighted the severity of the situation, which increased frequency and intensity of floods and earthquakes in our region. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കുന്ന മഴയും വെയിലും earthquakesഉം ഫ്ലഡും ഒക്കെ കാരണം നമ്മൾ കുറച്ച് ബോധവാന്മാരായിട്ടുണ്ട്. അത് പക്ഷേ എന്തൊക്കെയോ വരാനിരിക്കുന്നതിനെ കുറിച്ച് കുറച്ച് സൂചനകളാണ് തരുന്നത്. These occurrences not only pose a direct threat to lives but also result in significant damage to property and infrastructure. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മളെ മരണത്തിലേക്ക് ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രമല്ല, അങ്ങനെ നഷ്ടപ്പെടാത്തവർക്ക് വേറെ രീതിയിൽ പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ട് ഇൻഫ്രാസ്ട്രക്ചറിനെ ബേസ് ചെയ്ത് നമ്മുടെ ആ ഒരു എക്കോളജിയെ വരെ ബേസ് ചെയ്തിട്ട് അത് നമ്മളെ ബാധിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ദാറ്റ് വി ആസ് എ കമ്മ്യൂണിറ്റി ടേക്ക് proactive measures to mitigate these risks and enhance our preparedness for such eventualities. ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് കമ്മ്യൂണിറ്റീസ് ഗ്യാദർ ചെയ്ത് ഒറ്റക്കെട്ടായിട്ട് അവെയറായി ഇതിനെ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കേണ്ടത് ഇറ്റ്സ് ഹൈ ടൈം വി ഷുഡ് വർക്ക് ഓൺ ഇറ്റ് എന്നാണ് പറയുന്നത്. And firstly, public awareness campaigns must be initiated to educate residents about the potential dangers and the necessary steps to take in the event of a disaster. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് ലോങ് ആണ്. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു ഫോർമാലിറ്റി എന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു ലെറ്ററിൽ കൊണ്ടുവരേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലിച്ചു നീട്ടിയത്. സെയിം കാര്യം നീട്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങളുടേതായ ലാംഗ്വേജിൽ ഷോർട്ട് ആക്കിയിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. സോ അതുകൊണ്ട് നമ്മളുടെ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ റെസിഡൻസിനെ ബേസ് ചെയ്ത് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ക്ലാസ് കൊടുക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കുകയാണ്. ദിസ് ഇൻക്ലൂഡ്സ് ഇൻഫോർമേഷൻ ഓൺ ഇവാക്വേഷൻ റൂട്ട്സ്. നമുക്ക് ഇതിപ്പം ബാധിച്ച ഇങ്ങനെ ഒരു പ്രളയം അല്ലെങ്കിൽ ഒരു ഫ്ലഡ് എർത്ത് വന്നാൽ ഇതിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇവാക്വേഷൻ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് പാസ് ഓൺ ചെയ്യാം. കാരണം നമ്മളിവിടെ പ്രോബ്ലംസ് മാത്രമല്ല ഇതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് ഇതും കൂടെയാണ് ണെന്ന് പറയുമ്പോൾ ആ ഒരു ഓതൻസിറ്റി ഓഫ് ദ ലെറ്റർ വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. സോ ഇവാക്വേഷൻ റൂട്ട്സ് നമുക്ക് കണ്ടുപിടിക്കാം. അതേപോലെ എമർജൻസി ഷെൽട്ടേഴ്സ്, പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഷെൽട്ടേഴ്സ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് ആദ്യമേ അതിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുക. ആൻഡ് ബേസിക് സർവൈവൽ സ്കിൽസ്, നമുക്ക് എങ്ങനെ ഇതിനെ ഒന്ന് നേരിടാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചും വളരെയധികം ബോധവാന്മാരാക്കി വെക്കുക. നോളജ് ഇസ് അവർ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. നമുക്ക് എന്തിനെക്കുറിച്ചും അറിവുണ്ടായിരിക്കുക എന്നുള്ളതിനെ നോട്ട്സ് എങ്ങനെ കിട്ടും? നോട്ട്സ് ഒക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കിട്ടേണ്ട സമയത്ത് വളരെ അധികം കിട്ടിക്കോളും കേട്ടോ. നോട്ട്സ് എന്തായാലും പ്രൊവൈഡ് ചെയ്യടാ, പേടിക്കുകയേ വേണ്ട. ഓക്കെ, നോളജ് ഈസ് അവർ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. എന്തൊരു ആപത്ത് വന്നാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന പ്രൈമറി ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ അറിവ് തന്നെയാണ്. ആൻഡ് ആൻ ഇൻഫോം കമ്മ്യൂണിറ്റി ഈസ് ബെറ്റർ എക്വിപ്ഡ് ടു ഹാൻഡിൽ ക്രൈസിസ്. അതേപോലെ അതോറിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യാൻ പറ്റുന്ന, അത് വന്നാൽ നമ്മളെ താങ്ങാൻ പറ്റുന്ന ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ അതും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സെക്കൻഡ്ലി എന്ന് പറയുന്നത് ലോക്കൽ അതോറിറ്റി ഷുഡ് ഇൻവെസ്റ്റ് ഇൻ റോബസ്റ്റ് ഏർലി വാർണിംഗ് സിസ്റ്റംസ് ദാറ്റ് കൻ പ്രൊവൈഡ് ടൈംലി അലേർട്ട്സ് ഇൻ ദ കേസ് ഓഫ് ഇംപെൻഡിംഗ് ഡിസാസ്റ്റേഴ്സ്. അതേപോലെ ലോക്കൽ അതോറിറ്റികൾക്ക് വരാനിരിക്കുന്ന വാർണിംഗ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിച്ചത് എന്താണ്? വാർണിംഗ് സിസ്റ്റം കുറച്ചും കൂടെ ഇനേബിൾ ആക്കിയിട്ട് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കണം. അതുപോലെ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്കിത് ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദീസ് സിസ്റ്റംസ് ക്യാൻ മേക്ക് എ സബ്സ്റ്റാൻഷ്യൽ ഡിഫറൻസസ് ഇൻ അലോയിങ് പീപ്പിൾ ടു ഇവാക്വേറ്റ് സേഫ്ലി ആൻഡ് മിനിമൈസിങ് ദ ലോസ് ഓഫ് ലൈഫ്. ഇതുപോലെയുള്ള സിസ്റ്റംസ് അല്ലെങ്കിൽ നമ്മളെ അവെയർ ആക്കുന്നതിൽ കൂടെ വളരെയധികം ചേഞ്ച്, ആൾക്കാർക്ക് ജീവൻ നഷ്ടം അല്ലെങ്കിൽ സ്വത്ത് അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ആ ഒരു ഇത്. കാരണം നമ്മൾ ന്യൂസ് പേപ്പറിൽ ഫ്ലഡിൻ്റെ സമയത്ത് കണ്ടില്ലേ, ഒരുപാട് പേർക്ക് പലരെയും നഷ്ടപ്പെട്ടു. ഇപ്പം ജീവൻ ആപത്തൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഉണ്ടായിരുന്ന വീട് അതേപോലെ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കറിയാം ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഡിസാസ്റ്റേഴ്സും എന്താണെന്ന് നമുക്കിപ്പോൾ ഓൾറെഡി ഒരു നല്ല ഐഡിയ ഉണ്ട്. അതങ്ങോട്ട് വെച്ച് കാച്ചുക. ഓക്കെ, സോ
allowing people to evacuate. ഇപ്പം തന്നെ മഴ പെയ്യുമ്പോൾ വെള്ളം പൊങ്ങുന്ന ഇതാണെങ്കിൽ നമ്മൾ ഈ ലോക്കൽ സ്കൂൾസിലായിരിക്കും അല്ലേ ഈ ഒരു എന്താണ് ഷെൽട്ടർ കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ആ ഒരു സിസ്റ്റം ഇപ്പം ഫോളോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ടു ഇവാക്വേറ്റ് സേഫ്ലി ആൻഡ് മിനിമൈസിങ് ദ ലോസ് ഓഫ് ലൈഫ്, ഇവാക്വേറ്റ് എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് അവരെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. Furthermore, community drills and training sessions should be organized. എവിടെ പോയല്ലോ should be organized regularly to ensure that residents are well practiced in executing emergency procedures. അവിടെയുള്ള ആൾക്കാർക്ക് അതിനെ ബേസ് ചെയ്ത് എങ്ങനെയൊക്കെ രക്ഷപ്പെടണം എന്നുള്ളതിനെക്കുറിച്ചും പ്രൊസീജിയേഴ്സ് എന്താണെന്ന് വളരെയധികം ക്ലിയർ ആക്കി കൊടുക്കുക. That will not only instill a sense of preparedness but also foster a spirit of unity and cooperation within the community. കമ്മ്യൂണിറ്റി അങ്ങനെ ചെയ്യുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല, പകരം അവിടെ ഒരു ഒറ്റക്കെട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയുടെ ആ ഒരു ഇഫക്റ്റും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. Lastly, and the last point is that infrastructure improvement should be a priority. Buildings and structures need to be constructed or retrofitted to meet safety standards for earthquake and flood resistance. അത് നമ്മൾ ചാപ്റ്ററിൽ പഠിച്ച സെയിം പോയിന്റ് തന്നെയാണ്. എന്താണ് ഇതിനേക്കാളൊക്കെ അപ്പുറം ഇതുപോലുള്ള ടെക്നോളജീസ് യൂസ് ചെയ്ത് ഇതെല്ലാം നമുക്ക് സെറ്റാക്കി വോൺ ചെയ്ത് ഇരിക്കാം. പക്ഷേ അത് വരാതിരിക്കാൻ ക്വാളിറ്റി ഈസ് ദ മസ്റ്റ് തിങ്. അത് ക്വാളിറ്റി ബേസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുക. അഡീഷണലി ഡ്രെയിനേജ് സിസ്റ്റംസ് മസ്റ്റ് ബി അപ്ഗ്രേഡഡ് ടു കോപ്പ് വിത്ത് ഹെവി റെയിൻഫോൾ ആൻഡ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഫ്ലഡിങ്. ഡ്രെയിനേജ് സിസ്റ്റം ഇപ്പം മഴ ഇങ്ങനെ കാലവർഷം തുടങ്ങുമ്പോഴത്തേക്ക് ഓടകൾ വൃത്തിയാക്കുക, ക്ലീൻ ആക്കി ഇടുക എന്നുള്ള ഇതൊക്കെ നമ്മളിപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഫ്ലഡ് ഒന്ന് വന്നതുകൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ പൊളിക്കും, കാരണം നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ട്. സോ അതുപോലെയുള്ള സിസ്റ്റംസും കൂടെ ഡ്രെയിനേജ് സിസ്റ്റം മാനേജ് ചെയ്യണം. As a responsible and informed society, we have a duty to address these challenges head on. ഇതുപോലെയുള്ള ഒരു റെസ്പോൺസിബിൾ സൊസൈറ്റി അല്ലെങ്കിൽ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് ഇതുപോലെയുള്ള ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ അത് ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് കൂടെ നിൽക്കണം. By taking decisive action now, we can create a safer community for ourselves and future generation. ഇപ്പം നമ്മൾ അതിന് തയ്യാറാകുന്നതിലൂടെ ഇപ്പം നമ്മുടെ ലൈഫ് മാത്രമല്ല വരാനിരിക്കുന്ന ഫ്യൂച്ചർ ജനറേഷനും അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. And I request our local leaders, policy makers and residents to prioritize disaster management and work collaboratively to ensure the well-being of all. So disaster managementum policy makersum governmentsum എല്ലാം ഒത്തൊരുമയോടെ നിന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ജീവൻ രക്ഷിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ thanking you for the attention to this critical matter. ഈ ഒരു കാര്യത്തിന് താങ്കൾ ഇത്രയും ചെലവഴിച്ച് വായിക്കാൻ കാണിച്ച ആ സുമനസിനെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. yours lovingly, yours faithfully, not yours lovingly, yours faithfully എന്ന് പറഞ്ഞിട്ട് നെയിം സിഗ്നേച്ചർ കൊടുത്തിട്ട് നെയിമും കൂടെ പറഞ്ഞിട്ട് നമുക്കത് ഇതാക്കാം. മിസ്സിന് അറിയാം ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് മിസ്സിന് വളരെ നല്ലതുപോലെ ഊഹിക്കാനായിട്ട് പറ്റും. ഇത്രയും കടുകട്ട് ലെറ്റർ തന്നാൽ എങ്ങനെ ഞാൻ പഠിച്ചെഴുതാനാണ്. ഇത് ഇത്രയും പറഞ്ഞ എന്താണ്, പഠിച്ച പോയിൻറ്റ്സ് അല്ലാതെ ഒന്നും ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ ലാംഗ്വേജ് എടാ സുഖമാണോ, എൻ്റെ പ്രശ്നം ഇതാണേ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇൻഫോർമൽ ആയിട്ടല്ലാതെ കുറച്ച് ഫോർമലായിട്ട് മിസ് ഒരു എക്സാമ്പിൾ അറിഞ്ഞുകൊണ്ട് തന്നതാണ്. ഇത് വായിക്കുമ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ. കേട്ടല്ലോ ഫിജാസെ, കാവ്യ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഷഹ്മ അല്ലേ? മനസ്സിലായല്ലോ? ഫോർമൽ ലെറ്റർ റൈറ്റിംഗ് ലാംഗ്വേജിനും കുറച്ച് ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് വേണം എന്നുള്ളത്. സോ ഇനി വരുന്നത് ഇസ് ദാറ്റ് the incidents that happened on board of the Titanic have become heroic. Write a paragraph on how the poet presents the heroic deeds of men on board through the poem. So ഈ ഒരു ടൈറ്റാനിക് പോയത്തിൽ വളരെയധികം നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പോയം എന്താണെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലായി. ഇനി ഈ ഒരു പോയത്തെ നമ്മൾ പാരഗ്രാഫ് ആക്കി മാറ്റി എഴുതാനാണ് പറയുന്നത്. ഇതും എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണേ. എക്സാമിന് വന്നതുകൊണ്ടാണ് പോയത്തിനെ പാരഗ്രാഫാക്കി റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ട് ഉടനെ ഞാൻ എടുത്ത് ഇതിൽ പിടിച്ചിട്ടതാണ് നിങ്ങൾക്കും കൂടെ ഇൻട്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട്. സോ ഹീറോയിക് ഡീഡ്സ് ഓഫ് മെൻ, ആ ഷിപ്പിലുണ്ടായിരുന്ന ആൾക്കാരുടെ ഹീറോയിക് ഡീഡ്സ് എങ്ങനെയാണ് ആ പോയത്തിൽ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒരു പാരഗ്രാഫാക്കി മാറ്റി എഴുതുക എന്നുള്ളത്. സോ ഫസ്റ്റ് തിങ് നിങ്ങൾ എഴുതണം, പോയം എന്താണ്, ആരാണ് എഴുതിയത്. പോയറ്റിനെ കുറിച്ച് ഒരു വാക്കും കൂടെ കിട്ടുകയാണെങ്കിൽ, എക്സ്ട്രാ ഒരു പോയിന്റും കൂടെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ നാഷണാലിറ്റി പോലുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിൽ തെറ്റെഴുതി മാർക്ക് നഷ്ടപ്പെടുത്തരുത്. സോ വിച്ച് ഇസ് ദ പോയം ആൻഡ് ഹൂ ഇസ് ദി പോയറ്റ്, ആ ഒരു രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ പിന്നീട് ഞാൻ പറയുന്ന പോയിന്റ്സ് ഓർത്ത് വെക്കുക. സോ
In The Wreck of the Titanic, the poet vividly captures the heroic deeds of the men on board during the tragic incident of the Titanic. ടൈറ്റാനിക്കിലെ ട്രാജിക് ഇൻസിഡൻറ്റ് സമയത്ത് ധീരന്മാരായിട്ടുള്ള ക്രൂ മെമ്പേഴ്സിനെ കുറിച്ചാണ് ഇത് പുകഴ്ത്തി പാടിയിട്ടുള്ളത്. Through poignant verses, the poet immortalizes the courage and selflessness exhibited by the individuals facing the impending disaster. So, അവരുടെ ആ ഒരു സെൽഫ്ലെസ്നെസ്, അതായത് സെൽഫിഷ് അല്ലാത്ത, സ്വന്തം ഞാൻ എന്നുള്ള ഒരു അതല്ലാത്ത രീതിയിലുള്ള പ്രവൃത്തി, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം ഡെഡിക്കേറ്റ് ചെയ്ത് അവരുടെ ആ ഒരു പ്രവൃത്തിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്. ആൻഡ് ദ കറേജ്, ദ സെൽഫ്ലെസ് നേച്ചർ, അതൊക്കെയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ദ പോയം അൺഫോൾഡ്സ് എ നറേറ്റീവ് ഓഫ് വാലർ എംഫസൈസിങ് ദ ആക്ട് ഓഫ് സാക്രിഫൈസ്. തീർച്ചയായിട്ടും അതൊരു സാക്രിഫൈസ് ആണ് അല്ലേ? ക്യാപ്റ്റന് വേണമെങ്കിൽ ക്യാപ്റ്റൻ്റെ രീതിയിൽ രക്ഷപ്പെടായിരുന്നു, അയാൾക്ക് എന്താ പവർ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു റെസ്പോൺസിബിൾ നേച്ചറാണ് കാണിക്കുന്നത്. സോ ആ ഒരു ഹീറോയിക്, ആ ഒരു ഹീറോ ആണ് അദ്ദേഹം, വേറൊന്നുമല്ല, അദ്ദേഹം ഒരു ഹീറോ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് അതിലുള്ള ബാക്കി ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ആസ് men on the ill-fated vessel demonstrated extraordinary heroism to save others, whether it be the crew members standing steadfast at their post or passengers aiding one another in the face of peril, the poet eloquently portrays the human spirit prevailing against adversity. So ഇതൊക്കെ പറയുന്നത് എന്താണ്? കുറച്ച് കാവ്യാത്മകമായിട്ട് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എഴുതേണ്ട പോയിന്റ്സ് എന്താണ് പറയുന്നത്? ഇത് ബേസിക്കലി കാണിക്കുന്നത് ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ഒരു ഹീറോയിക് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. ആദ്യം ടൈറ്റാനിക്കിനെ എങ്ങനെയാണ് പോർട്രേ ചെയ്തിട്ടുള്ളതെന്നൊരു കാര്യം കൂടെ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പോയം മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റീൽ ആൻഡ് അയൺ എന്നുള്ളൊരു രീതിയിൽ പറയുന്നതിൽ കൂടെ തന്നെ വി ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ഹൗ ബ്യൂട്ടിഫുൾ ദ ഷിപ്പ് റിയലി ഈസ് എന്നുള്ളത് നമുക്ക് വളരെയധികം മനസ്സിലാകും. ആൻഡ് എത്രമാത്രം എന്താണ് ഡിവോട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ആൻഡ് ദെൻ വി കം ആൻഡ് ടോക്ക് അബൌട്ട് ക്യാപ്റ്റൻ സ്മിത്ത് ആൻഡ് ദ കറേജ് എന്താണോ ഷോൺ ബൈ ദിസ് ക്രൂ മെമ്പേഴ്സ് ആൻഡ് ദ വേ ഹി സേസ് ദാറ്റ് റിമെമ്പർ അബൌട്ട് ദ നേഷൻ, റിമെമ്പർ ഓർ ബി ബ്രിട്ടീഷ് ബി ട്രൂ എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം കൊടുക്കുന്ന ഒരു കമാൻഡിൻ്റെ വില എത്രയാണെന്ന് മനസ്സിലാകും. ആൻഡ് ആ ഒരു ലൈൻ പാടുന്നത് ടു ദ എന്തായിരുന്നു, കമ്മിങ് നിയർ ടു ദ ഗോഡ് എന്നുള്ള രീതിയിലുള്ള ലൈൻ, മുങ്ങി താന്നുകൊണ്ടിരിക്കുമ്പം ആ പറയുന്ന ആ ഒരു ലൈൻ, അതൊക്കെ എടുത്തെഴുതാൻ പറ്റിയാൽ അത്രയും നല്ലത് കേട്ടോ. സോ ആ ഒരു പോയത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ലൈൻ കോട്ട് ചെയ്യാൻ തുടങ്ങിയാൽ ബെസ്റ്റാണ് കേട്ടോ. ബി ബ്രിട്ടീഷ് ബി ബ്രേവ് എന്നുള്ളത് മറക്കണ്ട, ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ഡയലോഗ്. സോ ഇത്രയുമാണ്. ആൻഡ് ടൈറ്റാനിക് ഹൂസ് ആക്ഷൻ സിംബലൈസ് ദ ഇൻഡോമിറ്റബിൾ സ്ട്രെങ്ത് ഓഫ് ദ ഹ്യൂമൻ സോൾ ഇൻ ദ മോസ്റ്റ് ചലഞ്ചിങ് സർക്കംസ്റ്റാൻസസ്. ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസിൽ നമ്മൾ കാണിക്കുന്ന ഒരു ഹ്യൂമൻ പവറും കൂടെ, അല്ലെങ്കിൽ ആ ഒരു ഹീറോയിക് നേച്ചർ ഓഫ് ഹ്യൂമൻ ബീങ്സും കൂടിയാണ് ഈ പോയത്തിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പോർട്രേ ചെയ്തിട്ടുള്ളത്. അത്രയും ക്ലിയർ ആണല്ലോ. സോ ഒരു പോയത്തിനെ പാരഗ്രാഫ് ആക്കി എഴുതാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ സമ്മറി ആൻഡ് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് പോയം ആൻഡ് യുവർ വ്യൂ പോയിന്റ്സ് റിഗാർഡിംഗ് ദിസ് പെർട്ടിക്കുലർ പോയം എന്നുള്ള ഒരു കാര്യം എഴുതാൻ നോക്കുക. പോയം ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ടച്ചിങ് ആയിട്ടുള്ളൊരു ലൈൻ ഒരു ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്ത ഒന്ന് നിങ്ങൾക്ക് എഴുതാൻ സാധിച്ച അതും അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ അടുത്തത് വരുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Hassan meets the doctor, അതായത് AJ Cronin, who is the narrator of the story, and after several years since their travel on Ranaganji, what would be the likely dialogue between them? Prepare the dialogue, at least 6 exchanges. So ഇൻ്റർവ്യൂ നമ്മൾ പഠിച്ചു അല്ലേ? ഇൻ്റർവ്യൂവിന് ചോദിക്കുമ്പം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചിലപ്പം ഇൻ്റർവ്യൂവറിൻ്റെയും ഇൻ്റർവ്യൂയിയുടെയും കൂടെ ആൻസർ എഴുതാനായിട്ട് പറയും. ചിലപ്പം ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കാൻ പറയും. അതേപോലെ ഒരു സിമിലർ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഡയലോഗ് എക്സ്ചേഞ്ചും കൂടെ ഉണ്ടാക്കാൻ പറയുന്നത്. ആൻഡ് ഇവിടെ AJ ക്രോണിനും ഹസനും കൂടെ മീറ്റ് ചെയ്യാണ്. ആഫ്റ്റർ റാണാഗഞ്ചിൽ യാത്ര ചെയ്ത് അവർ വേർപിരിയുന്നു. കുറേ നാളുകൾക്ക് ശേഷം അവർ കാണുമ്പോൾ ഇവരുടെ ഇടയിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഡയലോഗ്സ് എന്തൊക്കെയാണെന്നുള്ളത് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഇതിലെനിക്ക് ഏറ്റവും സിമിലർ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. പേഴ്സണൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകരുതെന്ന് മിസ്സ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതേപോലൊരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. 6 ക്വസ്റ്റ്യൻ മതി, അല്ലെങ്കിൽ 6 എക്സ്ചേഞ്ച് മതി എന്ന് വെച്ചിട്ട് ഹലോ AJ ക്രോണിൻ, ഹലോ ഹസൻ, ഹൗ ഡു യു ഡു, ഐ എം ഡൂയിങ് ഗുഡ്, ആ ഒരു രീതിയിൽ 6 എണ്ണം ആക്കാൻ നോക്കരുത്. കാരണം നിങ്ങളിത് ചെയ്തിട്ടുണ്ട് അല്ലേ, ഞാൻ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിക്ക് പോകരുത്. ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതാണ്. സോ അവരുടെ ആ ഒരു ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് വളരെയധികം എക്സ്പ്രസ് ചെയ്തോളൂ. കാരണം ഇത് ഡയലോഗാണ്. സോ നമ്മുടെ അവിടെ ഇൻഫോർമലായിട്ട് വരുന്ന ആ ഒരു പോയിൻറ്റ്സ് അതേപോലെ റിഫ്ലക്റ്റ് ചെയ്യുക തന്നെ വേണം.
അല്ലെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഓ മൈ ഗോഡ് ഹൂ ഇസ് ദിസ്, ലോങ് ടൈം നോ സീ എന്നൊക്കെ പറഞ്ഞിട്ട്, കുറേ നാളായല്ലോ കണ്ടിട്ട്, ലോങ് ടൈം നോ സീ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിൽ ഇൻട്രൊഡക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ആ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ചെറിയൊരു സൂചന കൊടുക്കാം. ആൻഡ് ആ ഒരു കാര്യം ഓർമ്മയുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാം. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് അടുത്ത ആൾ പറയുന്ന ഒരു ഡയലോഗ് ആ ഒരു രീതിയിൽ വേണം. അല്ലാതെ സുഖമാണോ, നാളെ വരുമോ, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് 6 ക്വസ്റ്റ്യൻസ് എങ്ങനെയും തരപ്പെട്ട് ആക്കാൻ നോക്കിയാൽ മക്കളെ നടക്കില്ല. ഇനി എനിക്ക് ചിരിക്കാനും വയ്യ. ഓക്കെ, സോ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ എക്സാമ്പിൾ കൊടുക്കുകയാണ്. ക്രോണിൻ ഇപ്പം കാണുകയാണ്. അതിന് മുന്നേ കാണുമ്പോൾ നമുക്കൊരു എക്സ്ചേഞ്ച്, ഹെൽത്തി എക്സ്ചേഞ്ച് പോലെ നമുക്ക് കാണിക്കാം. ഹലോ, ഹൗ ആർ യു എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നതുകൊണ്ട് തെറ്റില്ല. സോ ഹിയർ ദ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് ക്രോണിൻ പറയുന്നത് ഞാൻ മിസ് തന്നേക്കുന്നത് എങ്ങനെയാണ്? I still remember the pathetic condition on Ranaganji. Oh my God. Without you, it would have been impossible for me to overcome such a terrifying situation. So, എന്താ പറയുന്നത്? ദൈവമേ, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനത് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ പറയാറില്ലേ? ആ ഒരു രീതിയിലാണ് കോൺവെർസേഷൻ. ഓക്കെ, അത് ഫോർമൽ ആയിരിക്കണം എന്ന് ഒരിക്കലും പറയില്ല. കോൺവെർസേഷൻ ബേസ്ഡ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ ആയിരിക്കണം. ക്വസ്റ്റ്യൻസും കുറച്ച് ക്വാളിറ്റി ഉള്ളതായിരിക്കണം. സോ oh my god, I can't even imagine, even now I can't even imagine how എന്തായിരുന്നു it was impossible for me to overcome if you were not there എന്നുള്ള രീതിയിൽ കാണിക്കുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആ ഒരു സെൻറ്റൻസിൽ വളരെ ക്ലിയർ ആയി കഴിഞ്ഞു. അതിന് ഹസൻ എന്ത് മറുപടി ആയിരിക്കും പറയുക? ആ ഒരു കാര്യം എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഹസൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കണം തിരിച്ച് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് 10 മണിക്ക് ബസ് കയറും എന്ന് പറയാൻ പറ്റുമോ ഹസനോടെ? ഇല്ല. സോ ഇറ്റ് ഷുഡ് ബി സംതിങ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ഡയലോഗ് ഓഫ് ദ പേഴ്സൺ. ആൻഡ് ഹസൻ സേസ് ദാറ്റ് well, you know, it's my duty and responsibility to help people on the deck. എന്താ സാറിനറിയാലോ, ഇതെൻ്റെ ഡ്യൂട്ടി അല്ലേ, എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ ഷിപ്പിലുള്ളവരുടെ ആവശ്യം വരുമ്പോൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ബീങ് എ സെറാങ്ക് ഓഫ് ദ ഷിപ്പ്, ഇറ്റ്സ് മൈ ഡ്യൂട്ടി, ഇറ്റ്സ് മൈ പ്രൈം റെസ്പോൺസിബിലിറ്റി. സോ അതാണ് സാർ ഞാൻ അവിടെ കാണിച്ചത്. അല്ല സാർ ഇങ്ങനെ എന്നെ പുകഴ്ത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളൊരു രീതിയിൽ ആ ഒരു എളിമ അതാണ് ഹസൻ കാണിക്കുന്നത്. ദെൻ ക്രോണിൻ അഗൈൻ സേസ് ദാറ്റ് യു ഹാവിങ് യെറ്റ് ചേഞ്ച്, നിനക്കൊരു മാറ്റം ഇല്ലല്ലോ എൻ്റെ ഹസനെ. ഹൗ ക്യാൻ എ പേഴ്സൺ ബി സോ സെൽഫ്ലെസ് ലൈക്ക്, നിന്നെപ്പോലെ എങ്ങനെയാണ് ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് ഒരു മനുഷ്യന് നിൽക്കാനായിട്ട് സാധിക്കുക? ആൻഡ് ദെൻ അഗൈൻ ഹസൻ സേസ് ദാറ്റ് സർ, യു നോ, I have lived my life in the ocean to help others and that's my vision too. സാറിനറിയാം എനിക്ക് ആരുമില്ല അല്ലേ, എനിക്ക് പേരൻസ് ഇല്ല, എനിക്ക് ലാൻഡ് ഇല്ല, എനിക്ക് പ്രോപ്പർട്ടി ഇല്ല, എൻ്റെ ജീവിതം മൊത്തം ആ ഷിപ്പിലുള്ളതാണ്. എൻ്റെ ആഗ്രഹവും അതാണ്. ഫോർ മീ മണി എന്ന് പറയുന്നത് ഇസ് വെരി യൂസ്ലെസ്, അതിന് ഒരു ആവശ്യവുമില്ല. സോ എനിക്ക് എന്തിനാണ് സാർ എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്? എവറിത്തിങ് ഇസ് ഓക്കെ, യുനോ, ആ ഒരു രീതിയിൽ ഹസൻ കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ. സോ അത് കാണുക പിന്നെയും ക്രോണിനൊരു ഇതാണ്. നമ്മുടെ ക്രോണിൻ പൈസയുടെ കാര്യം അല്ലെങ്കിൽ ഈ ഒരു സാലറിയുടെ കാര്യമൊക്കെ ചോദിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ എടുത്തടാ. എന്തെങ്കിലും മാറ്റം ഉണ്ടോ നിനക്ക്, അത് ഇപ്പോഴും പഴയ പോലെ തന്നെയാണോ എന്നൊക്കെ വേണമെങ്കിലും ചോദിക്കാം. ഇവിടെ അപ്പോൾ ക്രോണിൻ പറയുന്നുണ്ട്, ഓ മാൻ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു, നീ എന്താ ഇങ്ങനെയെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഡു യു ഹാവ് എനി കോൺടാക്ട് വിത്ത് അതേഴ്സ് ഓൺ ദി ഡെക്ക്? നിനക്ക് ഇപ്പോഴും വേറെ ആരെങ്കിലും ആയിട്ട് വല്ല കോൺടാക്റ്റ് ഒക്കെ ഉണ്ടോ? അതൊരു ക്വസ്റ്റൻ അല്ലേ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് കൊടുക്കാം. സോ ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടോ? ഡോണ്ട് ഹാവ് മെനി ബട്ട് സ്റ്റിൽ യാ, അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല, എന്നാലും കുറച്ച് 2-3 പേരും ഒക്കെ ആയിട്ടുണ്ട് ക്രോണിൻ. അപ്പോൾ നമുക്ക് ഇത് ഫുൾ അതേപോലെ ആയിരിക്കണം എന്നില്ല, പല രീതിയിൽ പല സിറ്റുവേഷനിൽ വരുമ്പോൾ ഉള്ള ഡയലോഗ് എക്സ്ചേഞ്ച് ഒരു എക്സാമ്പിൾ തന്നു എന്ന് മാത്രം. അപ്പോൾ ലാസ്റ്റ് കൺക്ലൂഡിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, എനിവേ നൈസ് ടു ടോക്കിംഗ് ടു യു, ഓർ വി ഷുഡ് ഡെഫിനറ്റ്ലി, എന്താണ് ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ആണല്ലോ, വി ഷുഡ്, ഇറ്റ്സ് പിന്നെ അപ്പുറത്തേക്ക് പോയതാണ്. സോ വി ഷുഡ് ഡെഫിനറ്റ്ലി മീറ്റ് ഒക്കെ, നമ്മൾ ഉറപ്പായിട്ടും കാണണം കേട്ടോ. ഹസൻ ഷുവർ സർ, ഗുഡ് ഡേ, ബൈ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തുന്ന ഒരു രീതിയിലാണ്. സോ ഇതാണ് പോയിൻറ്റ്സ്. ഞാൻ ഇവിടെ ഇതാ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, പോയിൻറ്റ്സ് ആണിത്, അല്ലാതെ ഇതാണ് ഡയലോഗ് എന്നല്ല പറയുന്നത്. ഈ രീതിയിൽ വേണം ചോദിക്കാൻ. ഓക്കെ, സംതിങ് റിലേറ്റഡ് ടു ദ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. പിന്നെ പറയുമ്പം അതുമായിട്ട് ബന്ധമുള്ളത് പറയുമ്പം ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയുക. ആദ്യം ആരാണോ സംസാരിക്കുന്നത് അയാൾ പറയുന്ന ഉത്തരത്തിന് ബന്ധമുള്ളതായിരിക്കണം അടുത്ത ആൾ അത് പറയുമ്പോൾ ഉള്ളതും കൂടെ വേണ്ടത്. അതാണ് നോക്കേണ്ടത്. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പം കുറച്ച് ഫോർമലാണ്. ഇതുപോലെയുള്ള ടോക്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ ഹ്യൂമൻ ഇമോഷൻസ് അതേപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നാളുകൾ കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ കാണുമ്പം എങ്ങനെയാണോ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ആ ഒരു എക്സ്റ്റസി അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളുടെ വാക്കിലും വരണം. അത് വരികയാണെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടാനും മറക്കണ്ട. സോ അത്രയും ജെനുവൻ ആയിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. സോ ഈ 3 ചാപ്റ്റേഴ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഡയറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും എന്താണ് ചാപ്റ്റേഴ്സായിട്ട് മിസ് ഇനിയും
വരും ആൻഡ് ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടൊരു എക്സ്ട്രാ മാരത്തോൺ തന്നെ ഉണ്ടാകും. അപ്പം വരും ലൈവുകളിലും എല്ലാവരും കൂട്ടത്തോടെ കാവ്യ, ഷഹ്മ, ഫിജാസ്, ഉബേദ് എല്ലാവരെയും ഞാൻ വിളിക്കുകയാണ്. ഫ്രണ്ട്സിനോടൊപ്പം വരിക, നിങ്ങളുടെ വ്യൂ പോയിൻറ്റ്സ് എഴുതുക. ക്ലാസ് ഇഷ്ടമായോ എന്നുള്ളത് മിസ്സിനെ അറിയിക്കാൻ മറക്കരുത്. മെസ്സേജിൽ വന്ന് മിസ്സിനെ ഒന്ന് അറിയിച്ചേക്കണം. എന്നാലാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു എനർജി കിട്ടുക. സോ വരും ക്ലാസ്സുകളിൽ നമുക്ക് പിന്നെയും കാണാം, വീണ്ടും കണ്ടുമുട്ടാം. ലൈക്ക് ചെയ്യുക, മാക്സിമം കുട്ടികളിലേക്ക് ഇത് ഷെയർ ചെയ്യുക, കമൻറ്റ് ഇട്ട് എന്നെ അറിയിക്കുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.